വൈക്കോമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് Bcom ഫസ്റ്റ് സെമ്മിലെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന പേപ്പറിലെ സെക്കൻഡ് മൊഡ്യൂളാണ്. മൊഡ്യൂൾ ഇക്കോളജി ആൻഡ് ഇക്കോസിസ്റ്റംസ്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഈ മൊഡ്യൂള് 3 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇക്കോളജി ആൻഡ് ഇക്കോസിസ്റ്റംസ്, സെക്കൻഡ് വൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നാച്ചുറൽ റിസോഴ്സസ്. പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും 3 സെക്ഷൻസ് ഉള്ള മൊഡ്യൂൾ ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന ഈ പേപ്പറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളും ഈ മൊഡ്യൂളാണ്. എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയും ഈ സെക്കൻഡ് മൊഡ്യൂൾ തന്നെയാണ്. ഈ ഒരു മൊഡ്യൂളിലെ എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്കോർ തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. കാരണം എല്ലാ സെക്ഷൻസ് ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ എ ബി സി ഡി 3 സെക്ഷൻ നോക്കിയാലും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോഴെല്ലാം നമുക്ക് അങ്ങനെയാണ് ഒന്ന് സമപ്പ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിനി മൊഡ്യൂളിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മീനിങ് ഓഫ് ഇക്കോളജിയാണ്. ഫസ്റ്റ് സെക്ഷനാണ് നമ്മൾ നോക്കുന്നത്, ഇക്കോളജി ആൻഡ് ഇക്കോസിസ്റ്റം. അതിലെ ഇക്കോളജി എന്ന ടേമാണ് നമ്മൾ ആദ്യമേ നോക്കുന്നത്. ദ ടേം ഇക്കോളജി ഈസ് ഡിറൈവ്ഡ് ഫ്രം 2 Greek words. Oikos means home and logos means study of. The term ecology means the study of living system in relation to their environment. സോ ഇക്കോളജി എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്ന 2 ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. ഒന്ന് ഒയ്ക്കോസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലോഗോസ്. ഒയ്ക്കോസിൻ്റെ മീനിങ് ഹോം എന്നാണ്. ലോഗോസ് മീൻസ് സ്റ്റഡി ഓഫ്. സോ സ്റ്റഡി ഓഫ് ഹോം എന്നാണ് ഇക്കോളജി എന്ന ടേമിൻ്റെ ഒരു മീനിങ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിനെ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇക്കോളജി മീൻസ് സ്റ്റഡി ഓഫ് ലിവിങ് സിസ്റ്റംസ് ഇൻ റിലേഷൻ ടു ദെയർ എൻവയോൺമെൻറ്റ്. ഏതൊരു ഓർഗാനിസത്തിൻ്റെയും ലിവിങ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇൻ റിലേഷൻ ടു ദെയർ എൻവയോൺമെൻറ്റ്. ഏതൊരു എൻവയോൺമെൻറ്റിലാണോ ആ ഒരു ഓർഗാനിസം എക്സിസ്റ്റ് ചെയ്യുന്ന, അതിൻ്റെ ഒരു ലിവിങ് സിസ്റ്റം ഏതൊരു എൻവയോൺമെൻറ്റിലാണോ എക്സിസ്റ്റ് ചെയ്യുന്ന ആ എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ആ ലിവിങ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ നടത്തുന്ന ആ ഒരു സ്റ്റഡിയെയാണ് നമ്മൾ ഇക്കോളജി എന്ന് ടേം ചെയ്തിരിക്കുന്നത്. Definition of ecology. According to Taylor, ecology is the science of all relation of all organisms to all their environments. ടൈലറിനെ സംബന്ധിച്ച് അക്കോർഡിംഗ് ടു ടൈലർ ഇക്കോളജി മീൻസ് അല്ലെങ്കിൽ ഇക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ഓൾ റിലേഷൻ, അതായത് ഓൾ റിലേഷൻ ഓഫ് ഓൾ ഓർഗാനിസംസ്, എല്ലാ ഓർഗാനിസംസിൻ്റെയും എല്ലാ റിലേഷൻസും ടു ഓൾ ദെയർ ഒരു ഓർഗാനിസത്തിന് എന്തൊക്കെ എൻവയോൺമെൻ്റ് ഉണ്ടോ, ഓൾ എൻവയോൺമെൻറ്റ് ഏതൊക്കെ എൻവയോൺമെൻ്റ് ഉണ്ടോ ആ എൻവയോൺമെൻറ്റുമായിട്ട് എന്തെല്ലാം ടൈപ്പിലുള്ള റിലേഷൻഷിപ്സ് ഉണ്ടോ അതെല്ലാം കൂടെ ചേരുന്ന ഒരു സയൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡിയെയാണ് ഇക്കോളജി എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് ടൈലർ അഭിപ്രായപ്പെടുന്നത്. സോ ഇക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ഓൾ റിലേഷൻ ഓഫ് ഓൾ ഓർഗാനിസംസ് ടു ഓൾ ദെയർ എൻവയോൺമെൻറ്റ്. അവരുടെ എല്ലാ എൻവയോൺമെൻറ്റുമായിട്ടുള്ള എല്ലാ റിലേഷൻസിനെയും കോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സമപ്പ് ചെയ്യുന്ന ആ ഒരു സയൻസിനെയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റഡിയെയാണ് ഇക്കോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് എക്കോസിസ്റ്റമാണ്. ഡെഫിനിഷൻ ഓഫ് എക്കോസിസ്റ്റം. Ecosystem is defined as a complex of living organisms, physical environment and all their interrelationships in a particular unit of space. അതായത് ഒരു പർട്ടിക്കുലർ സ്പേസിൽ ഒരു ഗിവൺ ഏരിയയിലെ ഒരു പർട്ടിക്കുലർ യൂണിറ്റിലുള്ള ലിവിങ് ഓർഗാനിസംസ്, അതായത് കോംപ്ലെക്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്, അതായത് കോമ്പൗണ്ട് ഓഫ് ലിവിങ് ഓർഗാനിസംസ്, ആ ഒരു ലിവിങ് ഓർഗാനിസംസിൻ്റെ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, അതിൻ്റെ ആ ഒരു ഫിസിക്കൽ എൻവയോൺമെൻറ്റും ലിവിങ് ഓർഗാനിസംസും തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്സ്, ഇതെല്ലാം ഒരു ഗിവൺ ഏരിയയിലെ ഒരു പർട്ടിക്കുലർ യൂണിറ്റിനെ കുറിച്ചുള്ളതാണെങ്കിൽ അതിനെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. എ കോംപ്ലെക്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്, ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഓൾ ദെയർ ഇൻ്റർ റിലേഷൻഷിപ്സ് ഇൻ എ പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ഗിവൺ സ്പേസ്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഗിവൺ ഏരിയയിലെ ഒരു പർട്ടിക്കുലർ യൂണിറ്റിനെ കുറിച്ചിട്ടാണെങ്കിൽ അതിനെയാണ് ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത്.
structure of ecosystem. An ecosystem is composed of two major components. അപ്പോൾ എക്കോസിസ്റ്റത്തിന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്കോസിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്, മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത് അബയോട്ടിക്, അതായത് നോൺ ലിവിങ് കമ്പോണൻസും അതുപോലെ തന്നെ ബയോട്ടിക് ലിവിങ് കമ്പോണൻസുമാണ്. Abiotic ecosystem, as we all know, the non-living factors or the physical environment prevailing in an ecosystem form the biotic component. They include media such as soil, water, land, air, minerals, light, climate, etc. So non-living ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് പ്രിവൈലിംഗ് ഇൻ ആൻ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ നോൺ ലിവിങ് ഫാക്ടേഴ്സിനെയാണ് അബയോട്ടിക് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് സോയിൽ, വാട്ടർ, ലാൻഡ്. കാരണം ഇതെല്ലാം ഒരു എക്കോസിസ്റ്റത്തിന് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള കാര്യം, വളരെ നെസസറി ആയിട്ടുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് തന്നെയാണ്. ബട്ട് ദേ ആർ നോൺ ലിവിങ് ആൻഡ് ദേ ഫോം ദ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. അതിനെയാണ് നമ്മൾ അബയോട്ടിക് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ബയോട്ടിക് എക്കോസിസ്റ്റം. as we all know, the living organisms including plants, animals and microorganisms like bacteria, fungi that are present in an ecosystem form the biotic component. So ഒരു എക്കോസിസ്റ്റത്തിലെ ലിവിങ് ഓർഗാനിസംസ്, അതിനകത്ത് പ്ലാന്റ്സ് വരും, അതുപോലെ അനിമൽസ് വരും, മൈക്രോ ഓർഗാനിസംസ് അതായത് ബാക്ടീരിയ, അങ്ങനെയുള്ള എല്ലാം കൂടെ ചേരുന്നതിനെയാണ് ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ആ ഒരു കമ്പോണൻസ് എല്ലാം കൂടെ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ ലിവിങ് ആയിട്ടുള്ള കമ്പോണൻസിനെ എല്ലാം ഗ്രൂപ്പ് ചെയ്ത് പറയുന്നതാണ് ബയോട്ടിക് എക്കോസിസ്റ്റം എന്നുള്ളത്. So on the basis of the role of biotic components in the ecosystem, they can be classified into 3 groups. So biotic componentsൻ്റെ റോള്, എക്കോസിസ്റ്റത്തിലെ ബയോട്ടിക് കമ്പോണൻസിൻ്റെ റോൾ അനുസരിച്ച് നമുക്ക് അതിനെ 3 ഗ്രൂപ്പ്സ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ, producers, second one, consumers, third one is decomposers or reducers. So first നമുക്ക് producers നോക്കാം. Producers means producers refer to those organisms which either produce food or convert the component from one form to another. So ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന those organisms അല്ലെങ്കിൽ ആ ഒരു കമ്പോണൻസിനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക്, അതായത് അടുത്ത ലെവൽ, അതായത് അടുത്ത കൺസ്യൂമേഴ്സിനോ അല്ലെങ്കിൽ അടുത്ത ഒരു ലെവൽ ഓഫ് ഓർഗാനിസംസിന് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ കോമ്പൗണ്ട്സിനെ കൺവേർട്ട് ചെയ്യുന്ന, ആ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ദോസ് ഓർഗാനിസംസിനെയാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പം either produce food or convert the components from one form to other, അതാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, consumers. Consumers refer to those organisms which consume the food produced by the producers and gain the energy for their survival. Though they cannot produce food for themselves, they can transfer organic components from soil one form to another. So consumers means those who consume the food produced. അതായത് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫുഡിനെ കൺസ്യൂം ചെയ്യാനും അതിലൂടെ അവരുടെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള എനർജി ഗെയിൻ ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ഓർഗാനിസംസിനെയാണ് നമ്മൾ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അവർക്കൊരിക്കലും അവരുടെ ഫുഡ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനോ പറ്റത്തില്ല. ദേ ക്യാൻ ട്രാൻസ്ഫോം ഓർഗാനിക് കോമ്പോണൻറ്റ്സ് ഫ്രം എ സോയിൽ വൺ ഫോം ടു. അവർക്ക് ഇപ്പോൾ സോയിലിൽ നിന്നാണെങ്കിലും ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ, വൺ ഫോമിൽ നിന്ന് അനദർ ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ദ കൺസ്യൂമർ ആർ ഓഫ് 4 types. കൺസ്യൂമേഴ്സിന് നമുക്ക് 4 types ആയിട്ട് തിരിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി കൺസ്യൂമേഴ്സ് ഓർ ഹെർബിയോറസ്. സ്മോൾ ഹെർബിയോറസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ മെയിൻലി ഹെർബിയോറസിനെയാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഹെർബിയോറസിനെ, അതായത് ഈ ഇപ്പം നമ്മൾ പറയുന്ന ഈ ഗ്രാസ് കഴിക്കുന്ന അനിമൽസ്, അതുപോലെ ഈ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിൽ ഫീഡ് ചെയ്യുന്ന അനിമൽസിനെയാണ് നമ്മൾ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഗോട്ട്സ്, ഡിയേഴ്സ്, അതുപോലെ തന്നെ കാറ്റിൽസ്, ഗ്രാസ് ഹോപ്പേഴ്സ് എക്സെട്ര. അതായത് കാറ്റിൽസ് എല്ലാം പ്രൈമറി കൺസ്യൂമേഴ്സായിട്ട് വരും. കാരണം പ്രൈമറി പ്രൊഡ്യൂസേഴ്സായിട്ട് ഇപ്പോൾ പ്ലാന്റാണ് ഏറ്റവും ഇതായിട്ടുള്ള പ്രൈമറി പ്രൊഡ്യൂസർ. അതിനകത്ത് ഇപ്പം ഈ പറയുന്ന ഗോട്ടാണെങ്കിലും ഡിയേഴ്സ് ആണെങ്കിലും കാറ്റിൽസ് ആണെങ്കിലും ഗ്രാസ് ഹോപ്പേഴ്സ് ആണെങ്കിലും ഒക്കെ അവരുടെ മേജർ സോഴ്സ് ഓഫ് ഫുഡെന്ന് പറയുന്നത് ഗ്രാസിൽ നിന്നായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള
കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സിൽ നിന്നായിരിക്കും. സോ അങ്ങനെയുള്ള അനിമൽസിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സോർട്ട് ഓഫ് അനിമൽസിനെയാണ് നമ്മൾ പ്രൈമറി കൺസ്യൂമേഴ്സിൻ്റെ കൂട്ടത്തിൽ പെടുത്തുന്നത്. Secondary consumers or small carnivores are the animals such as lizards, cats, foxes, snakes, etc. which feed on primary consumers. Primary consumersനെ കൺസ്യൂം ചെയ്തുകൊണ്ട് സ്വന്തം സർവൈവലിനെ ഉറപ്പുവരുത്തുന്ന ആ ഒരു ആനിമൽസിനെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് അനിമൽസിനെയാണ് നമ്മൾ സെക്കൻഡറി കൺസ്യൂമേഴ്സ്. അവരെന്ന് വെച്ചാൽ സ്മോൾ സോർട്ട് ഓഫ് കാർണിവോറസ് ആണ്. ലാർജ് കാർണിവോറസ് അല്ല, സ്മോൾ കാർണിവോറസ് ആണ്. അതായത് ഇപ്പം ലിസാർഡ്സ്, ഇപ്പോൾ ക്യാറ്റൊക്കെ ആണെങ്കിൽ റാറ്റിനെയാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ സ്നേക്കും റാറ്റിനെ കഴിക്കും. അതേപോലെ ലിസാർഡ്സ് ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഇൻസെക്ട്സിനെ, അതുപോലെ കോക്രോച്ചസിനെയൊക്കെ ലിസാർഡ്സും കഴിക്കും. അപ്പോൾ അങ്ങനെ പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഫുഡായിട്ട് കൺസ്യൂം ചെയ്യുന്ന അനിമൽസിനെയാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ സ്മോൾ കാർണിവോറസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ടെർഷ്യറി കൺസ്യൂമേഴ്സ് ഓർ ലാർജ് കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ്. Tertiary consumers or large carnivores, otherwise they are also called as large carnivores, are the animals like wolves, hawks, etc. which feed on secondary consumersനെ കൺസ്യൂം ചെയ്തുകൊണ്ട് സർവൈവൽ നടത്തുന്ന അനിമൽസിനെ ആണ് നമ്മൾ ടെർഷ്യറി കൺസ്യൂമേഴ്സ്. അതിനകത്ത് വൂൾഫ്സും ഹോക്സും ഒക്കെ വരും. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ്, അതായത് സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ആയിരിക്കും ഈ ടെർഷ്യറി കൺസ്യൂമേഴ്സ് ഫുഡായിട്ട് ഇൻടേക്ക് നടത്തുന്നത്. ലാസ്റ്റ് വൺ ഈസ് ക്വാട്ടേണറി കൺസ്യൂമേഴ്സ് ഓർ ലാർജസ്റ്റ് കാർണിവോറസ്. ദേ ആർ ദി അനിമൽസ് ലൈക്ക് ബയേഴ്സ്, ടൈഗേഴ്സ്, ലയൺസ് എക്സെട്ര വിച്ച് ഫീഡ് ഓൺ ടെർഷ്യറി കൺസ്യൂമേഴ്സ്. അതായത് ടെർഷ്യറി കൺസ്യൂമേഴ്സിനെ ഫീഡ് ചെയ്തുകൊണ്ട് സർവൈവ് ചെയ്യുന്ന അനിമൽസിനെ, അതിനെയാണ് നമ്മൾ ക്വാട്ടേണറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ലാർജസ്റ്റ് കാർണിവോറസ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ വൈൽഡ് അനിമൽസ് എല്ലാം ടെർഷ്യറി കൺസ്യൂമേഴ്സ് തന്നെ. അതായത് ഇപ്പോൾ ബിയേഴ്സ് ആണെങ്കിലും ടൈഗേഴ്സ് ആണെങ്കിലും ലയൺസ് ആണെങ്കിലും എല്ലാം ക്വാട്ടേണറി കൺസ്യൂമേഴ്സ് തന്നെയാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഡീകമ്പോസേഴ്സിനെ കുറിച്ചിട്ടാണ്. Decomposers or micro-consumers are those organisms which eat dead organisms, animals, plants and other living beings and transform the organic compounds back into inorganic compounds. So, decomposers എന്ന് പറയുമ്പോൾ മൈക്രോ കൺസ്യൂമേഴ്സ് ആണ്. അവരുടെ ആ ഒരു പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ ഡെഡായിട്ടുള്ള ഓർഗാനിസംസിനെയാണ് അവർ കൺസ്യൂം ചെയ്യുന്നത്. അതായത് അവർ ഫീഡ് ചെയ്യുന്നത് ഡെഡ് ഓർഗാനിസംസിലായിരിക്കും. അവരുടെ ഫുഡ് അല്ലെങ്കിൽ അവർ സർവൈവ് ചെയ്യുന്നത് ആ ഒരു ഡെഡ് ഓർഗാനിസംസിൽ ഫീഡ് ചെയ്തുകൊണ്ടായിരിക്കും. ഈ ഡെഡ് ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അനിമൽസ് ആവാം. ഇപ്പോൾ ഡെഡായിട്ടുള്ള അനിമൽസിൻ്റെ ഡെഡ് ബോഡീസിനെ ഫുഡായിട്ട് എടുത്തുകൊണ്ടായിരിക്കും അവർ സർവൈവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്ലാന്റ്സിനെ ആവാം, അല്ലെങ്കിൽ അതർ ലിവിങ് ബീങ്സ്, അതായത് ഇപ്പോൾ ഹ്യൂമൻ ബോഡി ആയാലും ഏതാണെങ്കിലും അതിനെയെല്ലാം ഫുഡായിട്ട് കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ ഫുഡായിട്ട് കണ്ട് അതിലൂടെ സർവൈവൽ നടത്തി ആൻഡ് ട്രാൻസ്ഫോം ദ ഓർഗാനിക് കമ്പൗണ്ട്സ് ബാക്ക് ഇൻ ടു ഇൻഓർഗാനിക് കമ്പൗണ്ട്സ്. അതായത് ഈ ഒരു ഡെഡ് ഓർഗാനിസംസിൽ എല്ലാം അടങ്ങിയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ തിരിച്ച് ഇൻഓർഗാനിക് കോമ്പൗണ്ട്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അവരുടെ മെയിൻ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഡെഡ് ഓർഗാനിസംസിനെ ഈറ്റ് ചെയ്തുകൊണ്ട് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ വീണ്ടും ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ട് ആ ഇൻഓർഗാനിക് ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് ഇക്കോസിസ്റ്റമാണ്. ആൻഡ് ഇക്കോസിസ്റ്റം പെർഫോംസ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. ഇറ്റ് അലൗസ് ഫ്ലോ ഓഫ് ബയോളജിക്കൽ എനർജി, ഇറ്റ് കൺട്രോൾസ് ദ റേറ്റ് ഓഫ് ന്യൂട്രിയൻറ്റ് സൈക്കിൾ, ഇറ്റ് റെഗുലേറ്റ്സ് ബോത്ത് വേസ്, ദാറ്റ് ഈസ് ദ എൻവയോൺമെൻറ്റ് ബൈ ഓർഗാനിസംസ് ആൻഡ് ദ ഓർഗാനിസംസ് ബൈ എൻവയോൺമെൻറ്റ്. സോ നമുക്കറിയാം ഇറ്റ് അലൗസ് ഫ്ലോ ഓഫ് ബയോളജിക്കൽ എനർജി. അപ്പോൾ നമ്മൾ കണ്ടു എക്കോസിസ്റ്റത്തിൽ പല ലെവൽ ഓഫ് എന്ന് വെച്ചാൽ അതായത് ഇപ്പം പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, കൺസ്യൂമേഴ്സ് തന്നെ പല ലെവൽസ് ഉണ്ട്, പിന്നെ ഡീകമ്പോസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പായിട്ട് തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയും ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ ഒരു ഓർഗാനിസം ഇപ്പം പ്ലാന്റ്സിനെ
പ്രൈമറി കൺസ്യൂമേഴ്സ് പ്ലാന്റ്സിൽ സ്മോൾ ഗ്രാസസിൽ ഫീഡ് ചെയ്യുന്നു, അവരെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് കഴിക്കുന്നു, അവരെ ടെർഷറി കൺസ്യൂമേഴ്സ് കഴിക്കുന്നു, അവരെ ക്വാട്ടർണറി കൺസ്യൂമേഴ്സ് കഴിക്കുന്നു. ആ ക്വാട്ടർണറി കൺസ്യൂമേഴ്സ് ഡെഡ് ആവുമ്പോൾ അതിനെ ഡീകമ്പോസേഴ്സ് വീണ്ടും കഴിച്ച് അതിനെ വീണ്ടും സോയിലിലേക്ക് എത്തിക്കുന്നു, അത് വീണ്ടും പ്ലാന്റ് വഴി വീണ്ടും പ്രൈമറി കൺസ്യൂമേഴ്സിലെത്തുന്നു. ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ട് തന്നെ ഒരു ഫ്ലോ ഓഫ് ബയോളജിക്കൽ എനർജി ഇക്കോസിസ്റ്റം അലോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് കൺട്രോൾസ് ദ റേറ്റ് ഓഫ് ന്യൂട്രിയൽ സൈക്കിൾസിൻ്റെ റേറ്റ് കൺട്രോൾ ചെയ്യാനും റേറ്റ് കൺട്രോൾ ചെയ്യുന്നതും എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഇറ്റ് റെഗുലേറ്റ്സ് ബോത്ത് വേസ്, ദാറ്റ് ഈസ് ദ എൻവയോൺമെൻറ്റ് ബൈ ഓർഗാനിസംസ് ആൻഡ് ദ ഓർഗാനിസംസ് ബൈ എൻവയോൺമെൻറ്റ് ബൈ ഓർഗാനിസംസ്. എൻവയോൺമെൻറ്റിനെ ഓർഗാനിസംസും കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഓർഗാനിസംസിനെ എൻവയോൺമെൻറ്റും കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഒരു 2-way കൺട്രോളിങ് പ്രോസസ്സും ഒരു 2-way റെഗുലേറ്റിംഗ് പ്രോസസ്സും എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഓൾസോ ഇറ്റ് അലോസ് സർക്കുലേഷൻ ഓഫ് കെമിക്കൽ എലമെൻറ്റ്സ് എലോങ് ക്യാരക്ടറിസ്റ്റിക് പാത്സ് ഫ്രം എൻവയോൺമെൻറ്റ് ടു ഓർഗാനിസംസ് ആൻഡ് ബാക്ക് ടു എൻവയോൺമെൻറ്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെമിക്കൽ എലമെൻറ്റ്സിൻ്റെ ഒരു ട്രാൻസ്ഫർ, അതായത് എൻവയോൺമെൻറ്റിൽ നിന്ന് ഓർഗാനിസംസിലേക്കും തിരിച്ച് ബാക്ക് ടു എൻവയോൺമെൻറ്റും, ആ ഒരു ക്യാരക്ടറിസ്റ്റിക് പാത്തും എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് എക്കോളജിക്കൽ സക്സഷൻ എന്ന ടോപ്പിക്കാണ്. ഇക്കോളജിക്കൽ സക്സഷൻ മീൻസ് ഇക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഗ്രാജുവൽ ചേഞ്ച് ഇൻ കണ്ടീഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഓൾഡർ സ്പീഷീസ്. The occurrence of ecological succession has the following characteristics. It is a systematic process that involves changes in species structure. The changes are directional and take place as a function of time. So, ecological succession means it's a ecological development. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇക്കോളജിയുടെ ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സിനെയാണ് ഇക്കോളജിക്കൽ സക്സഷൻ മീൻസ്. ദാറ്റ് മീൻസ് ഗ്രാജുവൽ ചേഞ്ച്, അതായത് എൻവയോൺമെൻറ്റിൻ്റെ കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന ഗ്രാജുവൽ ചേഞ്ചും അതുപോലെ തന്നെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്പീഷീസ് അല്ലെങ്കിൽ ഓൾഡർ സ്പീഷീസിനെ റീപ്ലേസ് ചെയ്ത് ആ ഒരു സ്പീഷീസിൽ തന്നെ സെവറൽ ചേഞ്ചസ്, അതായത് ഇപ്പം ക്ലൈമറ്റിക് ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് എല്ലാം കൊണ്ടുണ്ടാകുന്ന ചേഞ്ചസിലൂടെ ആ ഒരു ഓൾഡർ സ്പീഷീസിനെ തന്നെ റീപ്ലേസ് ചെയ്ത് ആ ഒരു സ്പീഷീസിൽ നിന്ന് മറ്റൊരു സ്പീഷീസ് ഉണ്ടാകുന്നു. അങ്ങനെ ഒരു പ്രോസസ് ഓഫ് ഗ്രാജുവൽ ചേഞ്ചിനെ അല്ലെങ്കിൽ ഒരു റീപ്ലേസ്മെൻറ്റിനെയാണ് ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. ഇക്കോളജിക്കൽ സക്സഷൻ ഹാസ് ദ ഫോളോയിങ് ഒക്കറൻസ് ഓഫ് ഇക്കോളജിക്കൽ സക്സഷന് ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉണ്ടാകുന്നത്. അത് മെയിൻലി ഉണ്ടാകുന്ന അതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. അതായത് ഇപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ഓൾ ഓഫ് എ സഡൻ ഇപ്പോൾ ഇന്നുണ്ടായിരുന്ന ഒരു സ്പീഷീസ് നാളെ ആകുമ്പം വേറൊരു സ്പീഷീസായിട്ട് മാറുന്നു, അങ്ങനെയല്ല, ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. ഗ്രാജുവലി സ്ലോലി, അതാണ് നമ്മൾ അടുത്ത പോയിന്റിലും പറയുന്നത്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അത് പോകുന്നത്. അടുത്ത പോയിന്റിൽ ഇപ്പോൾ പറയുന്നതാണെങ്കിൽ അതൊരു ഡയറക്ഷണലാണ്, ഒരു കറക്റ്റ് ഡയറക്ഷനിലേക്കാണ്. അതുപോലെ തന്നെ ഇറ്റ് ടേക്സ് പ്ലേസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഒരു ഗ്രാജുവൽ ചേഞ്ചാണ്, ഒരു സഡൻ ചേഞ്ചല്ല, ഗ്രാജുവലി ടൈം പാസിങ് ഓഫ് ടൈമിലൂടെ പതുക്കെ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചാണ് ഇക്കോളജിക്കൽ സക്സഷൻ. അതായത് ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ടോ ഉണ്ടാകുന്ന ഒരു ചേഞ്ചല്ല, ഫങ്ഷൻ ഓഫ് ടൈമിലൂടെ അല്ലെങ്കിൽ പാസിങ് ഓഫ് ടൈമിലൂടെ ഉണ്ടാകുന്ന ഒരു ചേഞ്ചാണ്. അപ്പോൾ അതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്, അതുപോലെ തന്നെ ഡയറക്ഷണലുമാണ്, ടേക്സ് പ്ലേസ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈമുമാണ്. സക്സഷൻ occurs due to changes in physical environment and population of the species. The changes also occur due to population explosion of these species. The changes are predictable. The process of succession is self-going, stable and biologically feasible. So succession occur ചെയ്യുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ അല്ലെങ്കിൽ ഒരു കാരണം എന്ന് പറയുന്നത് ഫിസിക്കൽ എൻവയോൺമെൻറ്റിലെ ചേഞ്ചസും അതുപോലെ തന്നെ പോപ്പുലേഷനോ സ്പീഷ്യസിലെ പോപ്പുലേഷനിൽ വരുന്ന ചേഞ്ചസുമാണ്. നെക്സ്റ്റ് അടുത്ത ഒരു കാരണമായിട്ട് പറയുന്നത് സക്സഷണൽ, അതായത് എക്കോളജിക്കൽ സക്സഷനിൽ ചേഞ്ചസ് വരാനുള്ള മറ്റൊരു കാരണം പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ്, സ്പീഷ്യസിൻ്റെ പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ്. അതുപോലെ തന്നെ ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത് പ്രെഡിക്റ്റബിളാണ്, അതായത് ആ ഒരു പാറ്റേണും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അടുത്ത ഒരു, അതായത് ഫിസിക്കൽ എൻവയോൺമെൻറ്റിലെ ചേഞ്ചസും സ്പീഷ്യസിൻ്റെ പോപ്പുലേഷനും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് അടുത്ത് ഇനി എന്ത് ചേഞ്ചസ് ആണ് വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സക്സഷൻ എന്ന് പറയുന്നത് ഒരു സെൽഫ് ഗോയിങ് പ്രോസസ്സാണ്, സെൽഫായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്, സ്റ്റേബിളായിട്ടുള്ള പ്രോസസ്സാണ്, അതുപോലെ ബയോളജിക്കലി ഫീസിബിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്.
നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫുഡ് ചെയിൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ദ ട്രാൻസ്ഫർ ഓഫ് ഫുഡ് എനർജി ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ് ത്രൂ എ സീരീസ് ഓഫ് ഓർഗാനിസംസ് വിത്ത് റിപ്പീറ്റഡ് ഈറ്റിംഗ് ആൻഡ് ബീയിങ് ഈറ്റൺ ഈസ് നോൺ ആസ് ഫുഡ് ചെയിൻ. ദ വേരിയസ് സ്റ്റെപ്സ് ഇൻ എ ഫുഡ് ചെയിൻ are called trophic levels. Energy is transferred from one trophic level to another trophic level. So food energy അതായത് പ്രൊഡ്യൂസേഴ്സിൽ നിന്നും പലതരം സീരീസ് ഓഫ് ഓർഗാനിസംസിലൂടെ, അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈറ്റിങ്ങിലൂടെയും അതായത് ഒരു ഓർഗാനിസത്തിനെ അടുത്ത ഓർഗാനിസം കഴിക്കുന്നു, ആ ഓർഗാനിസത്തിനെ പിന്നെ വേറൊരു ഓർഗാനിസം കഴിക്കുന്നു, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈറ്റിങ്ങിലൂടെയും ബീയിങ് ഈറ്റണിലൂടെയും എല്ലാം ഫുഡ് എനർജിയുടെ ട്രാൻസ്ഫറിങ്ങിനെയാണ് പ്രൊഡ്യൂസേഴ്സിൽ നിന്നും മറ്റുള്ള ഓർഗാനിസത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ലെവൽസ് ഓഫ് ഓർഗാനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന്, ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഈ ഫുഡ് ചെയിനിന് വേരിയസ് സ്റ്റെപ്സ് ഉണ്ടാകും. അതായത് ഓരോ ലെവലിലും, അതായത് ഇപ്പോൾ അത് പ്രൊഡ്യൂസർ, അതായത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സിനെ അതിനെ അടുത്തൊരു ലെവലിൽ പ്രൈമറി കൺസ്യൂമേഴ്സ് ഉണ്ട്, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഉണ്ട്, ടെർഷറി കൺസ്യൂമേഴ്സ് ഉണ്ട്, ക്വാട്ടർണറി കൺസ്യൂമേഴ്സ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഓരോ ലെവലിലും ഓരോ ഓർഗാനിസംസ് ആണ് മറ്റ് പ്രൊഡ്യൂസേഴ്സിൽ ഫീഡ് ചെയ്യുന്നവരുണ്ട്. ആ ഫീഡ് ചെയ്ത ഓർഗാനിസത്തിനെ അടുത്ത ലെവൽ കൺസ്യൂമേഴ്സ് ഫീഡ് ചെയ്യും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്, അല്ലെങ്കിൽ വേരിയസ് സ്റ്റെപ്സ് ആയിട്ടാണ് അത് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ആ ഓരോ സ്റ്റെപ്പിനെയും വേരിയസ് സ്റ്റെപ്സ് ഉണ്ടെന്ന് പറഞ്ഞതിനകത്ത് ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ ഓരോ ട്രോഫിക് ലെവൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് എനർജി ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ട്രോഫിക് ലെവൽ ടു അനദർ ട്രോഫിക് ലെവൽ. ഇത് ഫുഡ് ചെയിനിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതായത് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഗ്രാസ് ആണ്. സൺലൈറ്റും വാട്ടറും യൂസ് ചെയ്ത് ഗ്രാസ് പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ്സ് വളരുന്നു. അതിനെ ഗ്രാസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഗ്രാസ് ഹോപ്പർ, അതാണ് പ്രൈമറി കൺസ്യൂമർ. ആ ഗ്രാസ് ഹോപ്പർ ഫീഡ് ചെയ്യുന്നത് ഗ്രാസിലാണ്. ആ ഗ്രാസ് ഹോപ്പറിനെയാണ് പിന്നെ ഫ്രോഗ് കഴിക്കുന്നത്. ആ ഫ്രോഗിനെ സ്നേക്ക് കഴിക്കുന്നു. അപ്പോൾ ഫ്രോഗിനെ നമുക്ക് സെക്കൻഡറി കൺസ്യൂമേഴ്സായിട്ട് കണക്കാക്കപ്പെടും. പിന്നെ ആ സ്നേക്കിനെ അല്ലെങ്കിൽ ഫ്രോഗിനെ ആണെങ്കിൽ ഹോക്ക് മീൻസ് ഈ പരുന്തൊക്കെ പോലെയുള്ള വലിയ വലിയ പക്ഷികൾ ഹോക്ക് കഴിക്കുന്നു. അതിനെയാണ് നമ്മൾ ടെർഷറി കൺസ്യൂമറായിട്ട് കരുതുന്നത്. അങ്ങനെ പിന്നെ അത് ഡീകമ്പോസേഴ്സിലെത്തുന്നു. അതായത് ഈ ഹോക്കൊക്കെ ഡെഡ് ആവുന്ന സമയത്ത് ആ ഒരു ഡെഡ് ബോഡിയെ ഡീകമ്പോസ് ചെയ്യുന്നത് ഡീകമ്പോസേഴ്സാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ ഡീകമ്പോസ് ചെയ്യുന്നത് വഴി ഓർഗാനിക് കോമ്പൗണ്ടിനെ വീണ്ടും ഇൻഓർഗാനിക് കോമ്പൗണ്ടാക്കി സോയിലിലെത്തുന്നു. ആ സോയിലിനെ ഗ്രാസ് വീണ്ടും അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ ഇതൊരു സൈക്കിളായിട്ട് നടക്കുന്നു. അപ്പം ഇത് ഒരു ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ഫുഡ് ചെയിൻ ആണ്, ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഫുഡ് ചെയിൻ ആണ്. Next, in all ecosystems, two types of food chains are distinguished. They are grazing food chain and detritus food chain. So, grazing food chain എന്താണെന്ന് നമുക്ക് നോക്കാം. It starts from the living green plants, goes to grazing herbivorous and on to carnivorous. അതായത് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ തുടങ്ങുന്നത് ഗ്രീൻ പ്ലാന്റ്സിൽ, അതായത് ഈ ഗ്രാസ് അതുപോലുള്ള ഗ്രീൻ പ്ലാന്റ്സിൽ ഫീഡ് ചെയ്യുന്ന അനിമൽസ്, അല്ലെങ്കിൽ അതിൽ നിന്നാണ് ലിവിങ് ഗ്രീൻ പ്ലാന്റ്സിൽ നിന്നാണ് ഈ ഒരു ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഗ്രീൻ പ്ലാന്റ്സിൽ നിന്നും ഈ ഗ്രീൻ പ്ലാന്റ്സിൽ ഫീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഗ്രേസ് ചെയ്യുന്ന ഹെർബിവോറസ് ഈ ഗ്രീൻ പ്ലാന്റ്സ് എല്ലാം കഴിക്കുന്നു. പിന്നെ ഈ ഹെർബിവോറസിനെ കാർണിവോറസ് കഴിക്കുന്നു. അങ്ങനെ ഈ ഒരു എനർജി ട്രാൻസ്ഫറിങ്ങിനെയാണ്, അതായത് ഗ്രീൻ പ്ലാന്റ്സിൽ തുടങ്ങി കാർണിവോറസിലേക്ക് എത്തുന്ന ആ ഒരു ടൈപ്പ് ഓഫ് എനർജി ട്രാൻസ്ഫറാണ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇനി ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഡെഡ് ഓർഗാനിക് മാറ്റർ ആൻഡ് പാസസ് ത്രൂ ഡെട്രിറ്റസ് ഫീഡിംഗ് ഓർഗാനിസംസ് ഇൻ സോയിൽ ആൻഡ് ദെൻ ടു ഓർഗാനിസംസ് ഫീഡിംഗ് ഓൺ ഡെട്രിറ്റസ് ഫീഡേഴ്സ്. അപ്പം ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡീകമ്പോസേഴ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്നായിരിക്കും. പിന്നെ ഈ ഡെഡ് ഓർഗാനിക് മാറ്ററിൽ ഫീഡ് ചെയ്യുന്ന ഡെട്രിറ്റസ് ഫീഡിംഗ് ഓർഗാനിസത്തിലേക്ക് ഇത് പാസ് ചെയ്യുന്നു. സോയിലിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡെട്രിറ്റസ് ഫീഡിംഗ് ഓർഗാനിസം, അതായത് ഈ മൈക്രോബ്സ്, ബാക്ടീരിയ, ഫംഗി പോലെയൊക്കെ ഉള്ള ഡീകമ്പോസേഴ്സാണ് ഈ ഒരു ഡെഡ് ഓർഗാനിക് മാറ്ററിൽ ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്നും ഈ മൈക്രോബ്സിലേക്ക് അല്ലെങ്കിൽ ഡെട്രിറ്റസ് ഫീഡിംഗ് ഓർഗാനിസത്തിലേക്ക് എനർജി ട്രാൻസ്ഫർ ആവുന്നു. അതിനുശേഷം ഈ ഡെട്രിറ്റസ് ഫീഡേഴ്സിൽ ഫീഡ് ചെയ്യുന്ന
ആ ഒരു ഓർഗാനിസത്തിലേക്ക്, അതായത് ഇത്തരം മൈക്രോബ്സിനെ കഴിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഓർഗാനിസത്തിനെ ഡീകമ്പോസേഴ്സിനെ കഴിക്കുന്ന ഏതെങ്കിലുമൊക്കെ അനിമൽസോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ അതിലേക്ക് പിന്നെ അടുത്ത ലെവലിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ രീതിയിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഫുഡ് ചെയിനെയാണ് നമ്മൾ ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫുഡ് വെബാണ്. In natural conditions, several food chains are interconnected with one another, forming a network. An organism can operate at more than one trophic level and obtain food from different sources. A complex of interrelated food chains is called food web. So, കളക്ഷൻ ഓഫ് ഫുഡ് ചെയിൻസ് അല്ലെങ്കിൽ ഇൻ്റർ റിലേറ്റഡ് ഫുഡ് ചെയിൻസിനെയാണ്, അതിൻ്റെ ഒരു കോംപ്ലക്സ് കളക്ഷനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. സാധാരണ കണ്ടീഷനിൽ പലതരം ഫുഡ് ചെയിൻസ് ഇൻ്റർ കണക്ട്, അതിപ്പം നമുക്കൊരു എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതലും മനസ്സിലാവും. അതായത് ഇപ്പം ഗ്രാസ് കഴിക്കുന്ന ഒരുപാട് അനിമൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. അതായത് ഇപ്പം മൗസ് അല്ലെങ്കിൽ റാറ്റ്, ആ ഒരു ഗണത്തിലൊക്കെ പെടുന്ന ഓർഗാനിസംസ് ഗ്രാസ് കഴിക്കാറുണ്ട്. അതുപോലെ റാബിറ്റും ഇതേപോലെ ഗ്രാസും അതുപോലുള്ള ഗ്രീൻ പ്ലാന്റ്സ് കഴിക്കാറുണ്ട്. ഗ്രാസ് ഹോപ്പർ ഒബ്വിയസ്ലി കഴിക്കാറുണ്ട്. ഈ 3 ഓർഗാനിസംസും ഗ്രാസ് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സിൽ ഫീഡ് ചെയ്യുന്നവരുണ്ട്. അടുത്ത ലെവലിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഗ്രാസ് ഹോപ്പറിനെ ലിസാഡ്സ് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ റാബിറ്റിനെ ആണെങ്കിൽ ഹോക്ക് കഴിക്കാറുണ്ട്. മൗസിനെയും ഹോക്ക് കഴിക്കാറുണ്ട്. അറ്റ്ലാസ് നമ്മൾ നോക്കുവാണെങ്കിൽ മൗസിനെ സ്നേക്കും കഴിക്കാറുണ്ട്, സ്നേക്കിനെ ഹോക്കും കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്ന ലിസാഡിനെ ഹോക്ക് കഴിക്കാറുണ്ട്, റാബിറ്റിനെ ഹോക്ക് കഴിക്കാറുണ്ട്. അപ്പോൾ പലതരത്തിൽ നമ്മളിതിനെ ഡിഫറെൻറ്റ് ഫുഡ് ചെയിൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഗ്രാസിനെ ആദ്യം ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു, ആ ഗ്രാസ് ഹോപ്പറിനെ ലിസാഡ് കഴിക്കുന്നു, ആ ലിസാഡിനെ ഹോക്ക് കഴിക്കുന്നു. പിന്നെ ഒബ്വിയസ്ലി ആ ഹോക്ക് ഡീകമ്പോസേഴ്സ് വഴി വീണ്ടും സോയിലിലേക്ക് എത്തുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അത് ഒരു ഫുഡ് ചെയിൻ. അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്രാസിനെ റാബിറ്റ് കഴിക്കുന്നു, ആ റാബിറ്റിനെ ഹോക്ക് കഴിക്കുന്നു, ആ ഹോക്ക് വീണ്ടും ഡീകമ്പോസേഴ്സ് വഴി സോയിലിലെത്തുന്നു. അടുത്ത ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഗ്രാസിനെ മൗസ് കഴിക്കുന്നു, ആ മൗസിനെ നേരിട്ട് ഹോക്ക് കഴിക്കുന്നു, അതും തിരിച്ച് ഡീകമ്പോസേഴ്സ് വഴി ഹോക്കിൻ്റെ ഡെഡ് ഓർഗാനിസം ഇനോർഗാനിക്കായിട്ട് മാറുന്നു. പിന്നെ ഉള്ള അടുത്ത ഒരെണ്ണം എന്ന് പറയുന്നത് ഗ്രാസിനെ മൗസ് കഴിക്കുന്നു, ആ മൗസിനെ സ്നേക്ക് കഴിക്കുന്നു, പിന്നെ അതിനെ ഹോക്ക് കഴിക്കുന്നു. അപ്പോഴും ഇതെന്ന് വെച്ചാൽ ഈ ഒരു ഇതിനകത്ത് ഒരുപാട് ഓർഗാനിസംസ്, എല്ലാ ഓർഗാനിസംസും പല ട്രോഫിക് ലെവലിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ പലതരം ഫുഡ് ചെയിൻസിൻ്റെ ഇൻ്റർ കണക്ഷനാണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ ഇതിനെല്ലാം ഡിഫറെൻറ്റ് ഫുഡ് ചെയിൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ചെയിൻസ് ഉണ്ട്. അപ്പോൾ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ കോംപ്ലക്സ് ഫുഡ് ചെയിൻസിൻ്റെ ഒരു കോംപ്ലക്സ് കളക്ഷനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ഓർഗാനിസം തന്നെ മോർ ദാൻ 1 ട്രോഫിക് ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെയാണ് അത് കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇക്കോളജിക്കൽ പിരമിഡ്സിനെ കുറിച്ചാണ്. ഇക്കോളജിക്കൽ പിരമിഡ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ ഇക്കോളജിക്കൽ പാരാമീറ്റർ ലൈക്ക് നമ്പർ ഓഫ് ബയോമാസ് ഓർ അക്യുമുലേറ്റഡ് എനർജി അറ്റ് എ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽ ഇൻ എ ഫുഡ് ചെയിൻ ഇൻ ആൻ ഇക്കോസിസ്റ്റം. അപ്പം ഒരു ഇക്കോസിസ്റ്റത്തിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രോഫിക് ലെവൽസ്, അതായത് ഒരു ഫുഡ് ചെയിനിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രോഫിക് ലെവൽസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽസ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓരോ ട്രോഫിക് ലെവൽസിലും ഉള്ള അക്യുമുലേറ്റഡ് ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ നമ്പർ ഓഫ് ബയോമാസിൻ്റെ, അതായത് അതാണ് ഒരു എക്കോളജിക്കൽ പാരാമീറ്റർ. ഒരു ഫുഡ് ചെയിനിൻ്റെ ട്രോഫിക് ലെവലിന് ഉള്ള ഇക്കോളജിക്കൽ പാരാമീറ്ററാണ് ഈ നമ്പർ ഓഫ് ബയോമാസും അക്യുമുലേറ്റഡ് എനർജി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു എക്കോളജിക്കൽ പാരാമീറ്ററിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് ആണ് ഇക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത്. അപ്പോൾ പിരമിഡ് തന്നെ മെയിൻലി 3 ടൈപ്സ് ഉണ്ട്. അതായത് പിരമിഡ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്, പിരമിഡ് ഓഫ് ബയോമാസ് ഉണ്ട്, അതുപോലെ തന്നെ പിരമിഡ് ഓഫ് എനർജി ഉണ്ട്. പിരമിഡ് ഓഫ് നമ്പറിൽ പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് വേരിയസ് ട്രോഫിക് ലെവൽസ് പെർ യൂണിറ്റ് ഏരിയ അറ്റ് എനി ടൈം. ഏതൊരു ട്രോഫിക് ഏരിയസിലും ഉള്ള നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അതായത് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഓർഗാനിസം തന്നെ ആയിരിക്കും, അത് എത്ര നമ്പർ വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ ഗ്രാസ്, ആ ഒരു ഗ്രാസ്, ഇപ്പോൾ ഗ്രാസ് നമുക്കിപ്പോൾ നമ്പർ എന്നല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എത്രത്തോളം ഗ്രാസ് ഉണ്ട്. അടുത്തൊരു ലെവലിൽ പറയുന്നത്
ഗ്രാസ് ഹോപ്പർ ആയിരിക്കും. ഗ്രാസിനെ ഫീഡ് ചെയ്യുന്നത് ഗ്രാസിൽ ഫീഡ് ചെയ്യുന്നത് ഗ്രാസ് ഹോപ്പേഴ്സാണ്. അപ്പോൾ എത്ര ഗ്രാസ് ഹോപ്പേഴ്സ് ഉണ്ട്, നമ്പർ ഓഫ് ഗ്രാസ് ഹോപ്പേഴ്സ്. അടുത്ത ഗ്രാസ് ഹോപ്പേഴ്സിനെ കഴിക്കുന്നത് ഫ്രോഗാണ്. അപ്പം എത്ര ഫ്രോഗ് ഉണ്ട്. അതുപോലെ ഫ്രോഗിനെ കഴിക്കുന്നത് സ്നേക്കാണ്. അപ്പോൾ എത്ര സ്നേക്ക് ഉണ്ട്. പിന്നെ സ്നേക്കിനെ കഴിക്കുന്ന ഹോക്സ് ആണ്. അപ്പോൾ എത്ര ഹോക്സ് ഉണ്ട്. അപ്പോൾ ഓരോ ട്രോഫിക് ലെവൽസിലെയും ഇൻഡിവിജ്വൽസ് എത്ര നമ്പർ ഉണ്ടെന്ന് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് പിരമിഡ് ഓഫ് ബയോമാസ് ആണ്. The amount of living material present in an ecosystem is called biomass. അപ്പം പിരമിഡ് ഓഫ് ബയോമാസ് പറയുമ്പം ഒരു എക്കോസിസ്റ്റത്തിലെ ലിവിങ് മെറ്റീരിയലിൻ്റെ എമൗണ്ട് ടോട്ടൽ, ആ ഒരു എക്കോസിസ്റ്റത്തിലെ ടോട്ടലി എത്ര ലിവിങ് മെറ്റീരിയൽ പ്രസൻ്റ് ആയിട്ടുണ്ട്, ആ ഒരു പ്രസൻ്റ് ആയിട്ടുള്ള ലിവിങ് മെറ്റീരിയലിൻ്റെ എമൗണ്ടിനെയാണ് ബയോമാസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻറ്റേഷനെയാണ് നമ്മൾ പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പിരമിഡ് ഓഫ് എനർജിയാണ്. ഇറ്റ് ഈസ് ഓൾവേസ് അപ്രൈറ്റ് ആൻഡ് ഗീവ്സ് ദ ബെസ്റ്റ് പിക്ചർ ഓഫ് ദ ഓവറോൾ നേച്ചർ ഓഫ് ദി എക്കോസിസ്റ്റം. സോ അത് ഇറ്റ്സ് ഓൾവേസ് അപ്രൈറ്റ്, അതായത് പ്രൊഡ്യൂസേഴ്സ്, അത് കഴിഞ്ഞ് അടുത്ത ലെവലിൽ പ്രൈമറി കൺസ്യൂമേഴ്സ്, അത് കഴിഞ്ഞ് അടുത്ത ലെവലിൽ സെക്കൻഡറി കൺസ്യൂമേഴ്സ്, അത് കഴിഞ്ഞ് ടെർഷ്യറി കൺസ്യൂമേഴ്സ്. അപ്പോൾ എനർജി ട്രാൻസ്ഫർ ആണല്ലോ നമ്മളിവിടെ പറയുന്നത്. സോ അതെപ്പോഴും അപ്രൈറ്റ് ആയിരിക്കും. ഫസ്റ്റ് അതായത് ബേസ് ലെവലിൽ നിന്ന് ടോപ്പ് ലെവലിലേക്ക് എന്നുള്ള രീതിയിൽ അപ്രൈറ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ്. അത് ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഓവറോൾ നേച്ചറിനെ കുറിച്ചിട്ടുള്ളൊരു ബെസ്റ്റ് പിക്ചറായിരിക്കും നമുക്ക് തരുന്നത്. എനർജി ട്രാൻസ്ഫറിനെ കുറിച്ചിട്ടുള്ളൊരു ബെസ്റ്റ് പിക്ചറായിരിക്കും നമുക്ക് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്നുള്ളതാണ്. എ ഫോറസ്റ്റ് എക്കോസിസ്റ്റം ഈസ് ആൻ എക്കോസിസ്റ്റം ഓഫ് ഫോറസ്റ്റ് ആൻഡ് റിസോഴ്സസ്. ഫോറസ്റ്റ് ആർ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സസ്. ദീസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഡോമിനൻറ്റ് വെജിറ്റേഷൻ ഓഫ് ട്രീസ്, ഷെർബ്സ് ഓർ എനി അതർ വുഡി വെജിറ്റേഷൻ. സോ ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഫോറസ്റ്റും അതിനോടനുബന്ധിച്ചിട്ടുള്ള റിസോഴ്സസും കൂടെ ചേർന്നിട്ടുള്ള എക്കോസിസ്റ്റത്തിനെയാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം നമ്മൾ പറയുന്നത്. അത് റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത് റിന്യൂവബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ആണ്. അതിൽ മെയിനായിട്ട് നമുക്ക് ക്യാരക്ടറൈസ് ചെയ്ത് പറയാൻ പറ്റുന്നത് ഡോമിനൻറ്റ് വെജിറ്റേഷൻ ഓഫ് ട്രീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രീസ് ഉണ്ടായിരിക്കും, ഷെർബ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ തന്നെ വരുന്ന ഏത് വുഡി വെജിറ്റേഷനെയും നമുക്ക് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൻ്റെ അണ്ടറിൽ പറയാൻ പറ്റുന്നതാണ്. ഇനി ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം ആണുള്ളത്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റം, tropical seasonal forest ecosystem or savannas ecosystem, temperate forest ecosystem, boreal or taiga forest ecosystem, Mediterranean shrub forest ecosystem. ഇനി ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും പറയുമ്പം ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റം അത് മെയിനായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇക്വറ്റോറിയൽ റീജിയൻസിലാണ്. അതായത് കോങ്കോ റിവർ ബേസിൻ ഓഫ് ആഫ്രിക്ക, സെൻട്രൽ അമേരിക്ക, അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് മെയിനായിട്ട് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റം കാണപ്പെടുന്നത്. ഈ ഒരു ഏരിയയിലെ ആനുവൽ റെയിൻഫോൾ എന്ന് പറയുമ്പോൾ മോർ ദാൻ 1500 മില്ലിമീറ്റർ ആയിരിക്കും. ആവറേജ് ടെമ്പറേച്ചർ ഒരു 18 ഡിഗ്രി സെൽഷ്യസ് വരെ എക്സീഡ് ചെയ്യാറുണ്ട്. ഈ ഒരു ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വാം ആൻഡ് ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും. ഹൈ ഡൈവേഴ്സിറ്റി ഓഫ് ട്രീസ് സ്പീഷീസ് ഉണ്ടായിരിക്കും. ട്രീ സ്പീഷീസിൻ്റെ ഹൈ ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബ്രോഡ് ലീവ്ഡ് ആൻഡ് ടാൾ പ്ലാന്റ്സ്, ഒരുപാട് ടോളായിട്ടുള്ള ബ്രോഡ് ലീവ്സ് ഉള്ള പ്ലാന്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ അനിമൽ ലൈഫിലും ഹൈലി ഡൈവേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ മറ്റ് ഇൻസെക്ട്സിലും ഇൻവെർട്ടിബ്രേറ്റ്സിലും ഒക്കെ അബൻഡൻ്റ് ആയിട്ടുള്ള കളക്ഷൻ, അല്ലെങ്കിൽ ഒരു അബൻഡൻ്റ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കുന്ന ഫോറസ്റ്റ് ഒരു എക്കോസിസ്റ്റം ടൈപ്പാണ് ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റം. അടുത്തത് ട്രോപ്പിക്കൽ സീസണൽ ഫോറസ്റ്റ് എക്കോസിസ്റ്റം ഓർ സാവന്നാസ് എക്കോസിസ്റ്റം ആണ്. ഇത് മെയിനായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് പ്ലെയിൻസ് ഓഫ് ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഓസ്ട്രേലിയ ആൻഡ് സം പാർട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലും കുറച്ച് പാർട്സിലൊക്കെ ഈ ഒരു ട്രോപ്പിക്കൽ സീസണൽ ഫോറസ്റ്റ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ സാവന്നാസ് എക്കോസിസ്റ്റം കാണപ്പെടാറുണ്ട്. ഇവിടുത്തെ റെയിൻഫോൾ സീസണലാണ്, പക്ഷേ ഹൈ ആയിരിക്കും. ആനുവൽ റെയിൻഫോൾ ഒരു 1000 മില്ലിമീറ്റർ ടു 1500 മില്ലിമീറ്റർ വരെ വരാറുണ്ട്. അതിൻ്റെ ഇടയ്ക്കായിരിക്കും റേഞ്ച് ചെയ്യുന്നത്. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വാം ക്ലൈമറ്റ് ആയിരിക്കും. ഡോമിനൻ്റ്ലി ഫൗണ്ട് സ്പീഷീസ് ഇൻ ദീസ് എക്കോസിസ്റ്റം, അതായത് കൂടുതലായിട്ട് കാണപ്പെടുന്ന അതായത് ഡോമിനൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എലഫൻറ്റ്, സീബ്ര, ജിറാഫ്, കങ്കാരു ഇൻ ഓസ്ട്രേലിയ ഉള്ളു. കങ്കാരുവും
അതേപോലെ തന്നെ എലഫൻറ്റ്, സീബ്ര, ജിറാഫ് പോലെയുള്ള സ്പീഷീസിനെ ആയിരിക്കും കൂടുതൽ കാണപ്പെടുന്നത്. അതിനകത്ത് കങ്കാരു എന്ന് പറയുമ്പം ഓസ്ട്രേലിയയിൽ മാത്രം ആയിരിക്കും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഡ്രൈയും വെറ്റും ആയിട്ടുള്ള സീസൺസ് ആയിരിക്കും. ഓൾട്ടർനേറ്റീവായിട്ട് ഡ്രൈ സീസൺസും അതുപോലെ തന്നെ വെറ്റ് സീസൺസും ആയിരിക്കും കാണപ്പെടുന്നത്. കോയസ്, ഗ്രാസ് ആൻഡ് സ്കാറ്റേർഡ് ട്രീസും ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. അടുത്ത നമ്മൾ ടെമ്പറേറ്റ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറയുമ്പം ഇത് കാണപ്പെടുന്ന റീജിയൻസ് എന്ന് പറയുമ്പം ഈസ്റ്റേൺ റീജിയൻസ് ഓഫ് ഏഷ്യ ആൻഡ് USA അതുപോലെ തന്നെ നോർത്ത് സെൻട്രൽ യൂറോപ്പും അതുപോലെയുള്ള റീജിയൻസിലാണ് ഈ ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം കൂടുതൽ കാണപ്പെടുന്നത്. ഇവിടുത്തെ ആനുവൽ റെയിൻഫോൾ എന്ന് പറയുമ്പോൾ മോഡറേറ്റ് ആണ്, ഹൈയും അല്ല ലോയും അല്ല, മോഡറേറ്റ് ആയിട്ടുള്ള റെയിൻഫോളാണ്. ഒരു 750 mm to 1500 mm വരെ ഇവിടെ റെയിൻഫോൾ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഒരു ആനുവൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പം 20 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടി കൂടാറില്ല. മാക്സിമം ഒരു 20 ഡിഗ്രി സെൽഷ്യസോളമൊക്കെയാണ് ഇതിൻ്റെ ഒരു ആവറേജ് ആനുവൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ടോൾ ഡെസിജിയസ് ട്രീസ് ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. അതുപോലെ തന്നെ ഹാർഡ് വുഡ് ട്രീസിൻ്റെ ഡോമിനൻസും ഉണ്ട്. അത് നമുക്ക് ഈ ഫർണിച്ചേഴ്സും ബിൽഡിംഗ് പർപ്പസസിനൊക്കെ യൂസ് ചെയ്യാവുന്ന ഹാർഡ് വുഡ് ട്രീസും ഡോമിനൻ്റ് ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റമാണിത്. അതുപോലെ തന്നെ അബൻഡൻസ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സും ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അടുത്ത് നമ്മൾ പറയുന്ന ബോറിയൽ ഓർ ടൈഗ ഫോറസ്റ്റ് എക്കോസിസ്റ്റമാണ്. ഇത് മെയിനായിട്ട് കാണുന്ന റീജിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എക്രോസ് ഈസ്റ്റ് വെസ്റ്റ് ബാൻഡ് ഓഫ് നോർത്ത് യൂറോപ്പ്. നോർത്ത് യൂറോപ്പിൻ്റെ ഈസ്റ്റ് വെസ്റ്റ് ബാൻഡിലാണ് ഇത് കാണപ്പെടുന്ന ഒരു സ്ഥലം. അതുപോലെ തന്നെ നോർത്ത് ഏഷ്യ ആൻഡ് നോർത്ത് അമേരിക്ക ലാണ് ഇത് മെയിനായിട്ട് കാണുന്നൊരു റീജിയൻസ് അല്ലെങ്കിൽ ഒരു ഏരിയാസ് എന്ന് പറയുന്നത് ഈ ഈസ്റ്റ് വെസ്റ്റ് ബാൻഡ് ഓഫ് നോർത്ത് യൂറോപ്പ്, നോർത്ത് ഏഷ്യ ആൻഡ് നോർത്ത് അമേരിക്കയാണ്. അതുപോലെ ഇതിൻ്റെ ആനുവൽ റെയിൻഫോൾ എന്ന് പറയുന്നത് ഒരു 100 mm to 350 mm ആൻഡ് ആവറേജ് ടെമ്പറേച്ചർ ഒരു 6 ഡിഗ്രി സെൽഷ്യസ്. വിൻ്റർ ടൈം ആണെങ്കിൽ ഒരു 6 ഡിഗ്രി സെൽഷ്യസും അതുപോലെ സമ്മർ ടൈം ആണെങ്കിൽ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ഈ ഒരു റേഞ്ചിനിടയ്ക്കായിരിക്കും ഇതിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ, ആനുവൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ കോൾഡ് ക്ലൈമറ്റ് ആയിരിക്കും കൂടുതലും കാരണം ഹൈ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈ ലാറ്റിറ്റ്യൂഡ് ഏരിയാസ് ആണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ കോൾഡ് ക്ലൈമറ്റ് ആയിരിക്കും കൂടുതലായിട്ട് ഈ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കാണുന്നത്, ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ കാണുന്നത്. പിന്നെ ഡോമിനേറ്റഡ് ബൈ കോണിഫയേഴ്സ് which are important source for making paper pulp and lumber. പേപ്പർ പൾപ്പും ലംബർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോണിഫേഴ്സിൻ്റെ ഡോമിനൻ്റ് പ്ലേസ് ആണ് ഈ ഒരു ബോറിയൽ ഓർ ടൈഗ ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ നമ്മൾ പറയുന്നത് മെഡിറ്ററേനിയൻ ഷർബ് ഫോറസ്റ്റ് എക്കോസിസ്റ്റമാണ്. ഇത് മെയിനായിട്ട് കാണുന്ന ഏരിയാസ് എന്ന് പറയുമ്പോൾ സൗത്ത് ആഫ്രിക്ക, അതുപോലെ സൗത്ത് ഓസ്ട്രേലിയ എലോങ് വിത്ത് മെഡിറ്ററേനിയൻ ആണ്. പിന്നെ ചിലിയിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് കാലിഫോർണിയ ഇതുപോലെ ഉള്ള റിലേറ്റഡ് പ്ലേസസിലായിരിക്കും ഈ ഒരു ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇവിടുത്തെ റെയിൻഫോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിൻ്ററിൽ മാത്രമായിരിക്കും റെയിൻഫോൾ ഉള്ളത്. റെയിൻഫോൾ കമ്പാരേറ്റീവ്ലി ലെസ് ആണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചറും വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ്. ഇതിൻ്റെ മറ്റ് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രൈ ക്ലൈമറ്റ് ആയിരിക്കും കൂടുതലും. ഡ്രൈ ക്ലൈമറ്റ് വിത്ത് മോയിസ്റ്റ് എയർ ആയിരിക്കും. മോയിസ്ചേർഡ് എയർ ആയിരിക്കും, പക്ഷേ ഡ്രൈ ക്ലൈമറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എക്സിസ്റ്റൻസ് ഓഫ് ചാപ്പരൽ ഉണ്ട്, വിച്ച് ആർ ഡെൻസ് ഷർബ്സ് ഓഫ് 2 to 5 meters ഹൈറ്റ്. 2 to 5 meters ഹൈറ്റ് ഉള്ള ചാർപ്പൽ, അതായത് ഡെൻസ് ഷർബ്സ് ഉള്ള ഏരിയാസ് ഉണ്ടാവും ഈ ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ. വെജിറ്റേഷൻ ഈസ് ബ്രോഡ് ലീവ്ഡ് ആൻഡ് ഓഫ് റെസിനസ് പ്ലാന്റ്സ് സച്ച് എസ് റബ്ബർ പോലെയുള്ള ആ ഒരു ടൈപ്പിലെ വെജിറ്റേഷൻ ആയിരിക്കും ഈ ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ ഈ ഒരു എക്കോസിസ്റ്റത്തിൽ നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന സ്പീഷീസ് എന്ന് പറയുമ്പോൾ റെപ്റ്റൈൽസ് ഉണ്ടായിരിക്കും. അതുപോലെ സ്മോൾ മാമൽസും ലാർജ് മാമൽസും ഉണ്ടായിരിക്കും. അടുത്ത് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് അക്വാട്ടിക് എക്കോസിസ്റ്റമാണ്. ദ അക്വാട്ടിക് എക്കോസിസ്റ്റം കംപ്രൈസ് ഓഫ് ദ മറൈൻ എൻവയോൺമെൻറ്റ് ഓഫ് ദി സീസ് ആൻഡ് ദ ഫ്രഷ് വാട്ടർ സിസ്റ്റം ഇൻ ലേക്സ്, റിവേഴ്സ്, പോണ്ട്സ് ആൻഡ് വെറ്റ്ലാൻഡ്സ്. ദീസ് എക്കോസിസ്റ്റം പ്രൊവൈഡ് ഹ്യൂമൻ ബീങ്സ് വിത്ത് എ വെൽത്ത് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. സോ
അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് മറൈൻ എൻവയോൺമെൻറ്റ്, അതായത് സീ റിലേറ്റഡ് ആയിട്ടുള്ള മറൈൻ എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ സിസ്റ്റം, അതായത് ലേക്സ്, റിവേഴ്സ്, പോൺസ്, അതുപോലുള്ള വെറ്റ് ലാൻഡ്സ്, ഈ ഒരു രണ്ട് ടൈപ്പും കൂടെ കംപ്രൈസ് ചെയ്യുന്നത് നമ്മൾ പറയുന്നതാണ് അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഈ അക്വാട്ടിക് എക്കോസിസ്റ്റം ആണ് ഹ്യൂമൻ ബീങ്സിന് ഏറ്റവും കൂടുതൽ നാച്ചുറൽ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇക്കോസിസ്റ്റം. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് അക്വാട്ടിക് എക്കോസിസ്റ്റം ആണ്. ടൈപ്സിൽ നമ്മൾ മെയിനായിട്ട് 5 ടൈപ്സാണ് പറയുന്നത്: പോണ്ട്, സ്ട്രീംസ് ആൻഡ് റിവേഴ്സ്, ലേക്സ്, ഓഷൻ ആൻഡ് സീസ്, എസ്റ്റുവറി. അതിൽ ഫസ്റ്റ് വൺ പോണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആസ് വി ഓൾ നോ, ഇറ്റ്സ് എ ഫെയർലി സ്മോൾ ബോഡി ഓഫ് സ്റ്റിൽ വാട്ടറാണ്. അതായത് ഒരു സ്മോൾ ഏരിയ, ഒരു പർട്ടിക്കുലർ ഏരിയ, അത് ചിലപ്പോൾ മാൻമെയ്ഡ് പോൺസ് ആവാം, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള പോൺസ് ആവാം. ഏതാണെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അതിനൊരു പർട്ടിക്കുലർ ബൗണ്ടറി ഉണ്ടായിരിക്കും. അതിൽ സ്റ്റിൽ വാട്ടറിന്, അതായത് ആ പോണ്ട് വാട്ടർ ഒരിക്കലും ഫ്ലോയിങ് ആയിരിക്കത്തില്ല, അത് സ്റ്റിൽ വാട്ടർ ആയിരിക്കും. അങ്ങനെ സ്റ്റിൽ വാട്ടർ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനെയാണ് നമ്മൾ പോണ്ട് എന്ന് പറയുന്നത്. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ തന്നെ ഏറ്റവും സിംപ്ലസ്റ്റും അതുപോലെ തന്നെ സ്മോളസ്റ്റ് ടൈപ്പുമാണ് പോണ്ട് എന്ന് പറയുന്നത്. അടുത്ത സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് ആണ്. സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫ്ലോയിങ് ഫ്രഷ് വാട്ടർ ബോഡീസ് ആണ്. പോണ്ട് പോലെയല്ല, സ്ട്രീംസും റിവേഴ്സും ഫ്ലോയിങ് ആയിരിക്കും. ബയോസ്ഫിയറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് അക്വാട്ടിക് ഏരിയ ആണ് ഈ സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മളിപ്പം സീയിലേക്കും ഓഷനിലേക്കും ഒക്കെ എല്ലാ മെറ്റീരിയൽസിനെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഈ സ്ട്രീംസും റിവേഴ്സും തന്നെയായിരിക്കും. നമ്മുടെ ഈ കുഞ്ഞു ഈ വാട്ടർ സോഴ്സസിനെല്ലാം കുഞ്ഞു കൈവരികളാക്കി അത് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഒന്നിച്ച് റിവറുകളായതിനു ശേഷമാണ് അതെല്ലാം സീയിലേക്കോ അല്ലെങ്കിൽ ഓഷനിലേക്കോ ഒക്കെ ചെന്നെത്തുന്നത്. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സോഴ്സ് ഓഫ് ഈ ട്രാൻസ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ മെറ്റീരിയൽസിനെയും പല സ്ഥലത്ത് നിന്ന് യോജിപ്പിച്ച് ഒന്നിച്ചാക്കി അത് ട്രാൻസ്പോർട്ട് ചെയ്ത് ഓഷനിലോ സീയിലോ ഒക്കെ എത്തിക്കുന്നതിന് ഏറ്റവും മെയിൻ സോഴ്സ് ഈ സ്ട്രീംസ് ആൻഡ് റിവേഴ്സാണ്. സോ അതിനുകൊണ്ടാണ് അതിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ലേക്സിനെ കുറിച്ചാണ് പറയുന്നത്. ലേക്സ് എന്ന് പറയുമ്പം അതും ഇതേപോലെ ഒരു ബോഡി ഓഫ് വാട്ടർ തന്നെയാണ്. അത് സറൗണ്ടഡ് ബൈ ലാൻഡ് ആയിരിക്കും. ഈ ലേക്സിന് ചുറ്റും ലാൻഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പം സ്ട്രീംസും റിവേഴ്സും ഫ്രഷ് വാട്ടർ ബോഡിയാണ് നമ്മൾ പറഞ്ഞു. ബട്ട് ലേക്കിൻ്റെ കാര്യം പറയുമ്പം ലേക്സ് ഒന്നുകിൽ സോൾട്ടി വാട്ടർ ആവാം അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ ആവാം. 2 ടൈപ്പ് വരാനും ചാൻസ് ഉണ്ട്. അപ്പം അതൊരു ബോഡി ഓഫ് വാട്ടറാണ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ ലാൻഡാണ്. പിന്നെ മോസ്റ്റ് ഓഫ് ദ ലേക്സ് ആർ ഇൻ പ്ലേസ് വെയർ ഗ്ലേസിയേഴ്സ് യൂസ് ടു എക്സിസ്റ്റ്. ഗ്ലേസിയേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കും കൂടുതലായിട്ട് ലേക്സ് കാണപ്പെടുന്നത്. അപ്പം ഗ്ലേസിയേഴ്സ് ആയിട്ട് ഫോം ചെയ്യുന്നതായിരിക്കും ഈ ലേക്സ് എന്ന് പറയുന്നത്. അതിന് ചുറ്റും ലാൻഡ് ഉണ്ടായിരിക്കും. ബട്ട് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കുറച്ച് വെള്ളം കാണപ്പെടും. ആ ഒരു ടൈപ്പിനെയാണ് നമ്മൾ ലേക്ക് എന്ന് പറയുന്നത്. അത് സോൾട്ടി വാട്ടർ ആവാം, ഫ്രഷ് വാട്ടറും ആവാം. അടുത്ത് നമ്മൾ ഓഷൻ ആൻഡ് സീസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ വേൾഡ് കവർ ചെയ്തിരിക്കുന്നത് 70% വാട്ടർ തന്നെയാണ്. അതിനകത്ത് 97% വാട്ടറും അടങ്ങിയിട്ടുള്ളത് ഓഷൻസ് ആൻഡ് സീസിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സപ്ലൈ മോസ്റ്റ് ഓഫ് ദ വാട്ടർ ദാറ്റ് ഇവാപ്പറേറ്റ്സ് ആൻഡ് ദെൻ ഫോൾസ് എസ് റെയിൻ ഇൻ ദി വാട്ടർ സൈക്കിൾ. അപ്പം ഈ നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് ഈ ഓഷൻ ആൻഡ് സീസ് തന്നെയാണ്. അതിൽ നിന്നുള്ള വാട്ടറാണ് ഇവാപ്പറേറ്റ് ചെയ്ത് ക്ലൗഡ്സ് ഫോം ചെയ്ത് അത് പിന്നെ റെയിനായിട്ട് വീണ്ടും വാട്ടർ സൈക്കിളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലും ഈ ഓഷൻ ആൻഡ് സീ വാട്ടർ തന്നെയായിരിക്കും. എപ്പോഴും ഈ ഓഷൻ ആൻഡ് സീ വാട്ടർ സോൾട്ടി ആയിരിക്കും. ബട്ട് റിവേഴ്സ് ആൻഡ് ലേക്സ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രഷ് വാട്ടറാണെന്നും പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ എല്ലാ മെറ്റീരിയൽസിനെയും പല സ്ഥലത്ത് നിന്ന് ഓഷനിലും സീസിലും ഒക്കെ എത്തിക്കുന്നത് റിവർ വാട്ടറാണ് അല്ലെങ്കിൽ സ്ട്രീം വാട്ടറാണെന്ന് നമ്മൾ പറഞ്ഞു. സോ അപ്പോൾ ഒബ്വിയസ്ലി ഈ റിവറും സീയും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു പാർട്ടുണ്ടായിരിക്കും. ഈ ട്രാൻസ്പോർട്ട് ചെയ്ത് എല്ലാ മെറ്റീരിയൽസിനെയും ട്രാൻസ്പോർട്ട് ചെയ്ത് സീയിലെത്തിക്കുന്ന ആ ഒരു പാർട്ടുണ്ടായിരിക്കും. ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ എസ്റ്റുവറി എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് അക്വാട്ടിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം എസ്റ്റുവറി ഈസ് ദ ഏരിയ അറ്റ് ദ മൗത്ത് ഓഫ് ദ റിവർ വെയർ ദ റിവർ ജോയിൻസ് ദ സീ ഓർ ഓഷൻ. അപ്പം ഏതൊരു പോയിന്റിൽ വെച്ചിട്ടാണോ റിവർ അല്ലെങ്കിൽ സ്ട്രീം
സീയെ അല്ലെങ്കിൽ ഓഷനിൽ പതിക്കുന്ന അല്ലെങ്കിൽ ഓഷനുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ എസ്റ്റുവറി എന്ന് പറയുന്നത്. അപ്പോൾ അക്വാട്ടിക് എക്കോസിസ്റ്റവും തീർന്നു. അപ്പോൾ ഇതോടെ ഈ ഫസ്റ്റ് പോർഷൻ തീർന്നു, നമ്മുടെ ഇക്കോളജി ആൻഡ് എക്കോസിസ്റ്റം എന്നുള്ള പോർഷൻ തീർന്നു. അടുത്ത ഇനി ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ബയോഡൈവേഴ്സിറ്റിയാണ്. അടുത്ത സെക്ഷൻ, സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് സെക്ഷൻ ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചിട്ടാണ് നോക്കുന്നത്. ബയോഡൈവേഴ്സിറ്റി റെഫേഴ്സ് ടു ദ വെറൈറ്റി ആൻഡ് വേരിയബിലിറ്റി എമംഗ് ലിവിങ് ഓർഗാനിസം ആൻഡ് ഇക്കോളജിക്കൽ കോംപ്ലക്സസ് ഇൻ വിച്ച് ദേ ഒക്കർ. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഓൾ ഫോംസ് ഓഫ് ലൈഫ്. അപ്പം ഒരു ഇക്കോളജിക്കൽ കോംപ്ലക്സിൽ അല്ലെങ്കിൽ ഒരു ഇക്കോസിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് ഓർഗാനിസംസിനെ അല്ലെങ്കിൽ ആ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ വേരിയബിലിറ്റിയെ അല്ലെങ്കിൽ വെറൈറ്റിയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഓൾ ഫോംസ് ഓഫ്, ഒരു എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ ഒരു ബയോസ്ഫിയറിലെ എല്ലാ ഫോം ഓഫ് ലൈഫിനെ കുറിച്ചുമുള്ള സ്റ്റഡിയുമായിട്ട് ഈ ബയോഡൈവേഴ്സിറ്റി കണക്റ്റഡ് ആണ്. നെക്സ്റ്റ് ഡെഫിനിഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റിയാണ്. Biological diversity or biodiversity is that part of nature which includes, അപ്പം ബയോഡൈവേഴ്സിറ്റി നേച്ചറിൻ്റെ ഒരു പാർട്ടാണ്. അതിലെന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് നോക്കാം. ദ ഡിഫറൻസസ് ഇൻ ജീൻസ് എമംഗ് ദി ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ്. അപ്പം ഒരു സ്പീഷ്യസിലെ തന്നെ ഇൻഡിവിജ്വൽസിലെ ജീൻസിൻ്റെ ഡിഫറൻസ്, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്പീഷ്യസിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഇൻഡിവിജ്വൽസ്, ദാറ്റ് മീൻസ് ഓർഗാനിസത്തിലെ ജീൻസ് തമ്മിൽ ഡിഫറൻസസ് കാണും. അപ്പം ദ ഡിഫറൻസസ് ഇൻ ജീൻസ് എമംഗ് ദ ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷ്യസ് അത് ഇൻക്ലൂഡഡ് ആണ്. The variety and richness of all the plant and animal species at a different scales in a space locally, in a region, in the country and the world. അപ്പം ഗ്ലോബലി ആണെങ്കിലും വേൾഡിൽ നോക്കുകയാണെങ്കിലും ഒരു കൺട്രി ബേസിസിൽ നോക്കുകയാണെങ്കിലും ഒരു റീജിയണൽ ബേസിസിൽ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ലോക്കലി നോക്കുകയാണെങ്കിലും ഡിഫറെൻറ്റ് സ്കെയിൽസിലുള്ള ആനിമൽ സ്പീഷ്യസിൻ്റെയും പ്ലാന്റ് സ്പീഷ്യസിൻ്റെയും വെറൈറ്റിയും റിച്ച്നെസ്സും ബയോഡൈവേഴ്സിറ്റിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ് ദ ടൈപ്സ് ഓഫ് ഇക്കോസിസ്റ്റംസ് ബോത്ത് ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് വിത്തിൻ എ ഡിഫൈൻഡ് ഏരിയ. പിന്നെ ലാസ്റ്റായിട്ട് ഈ ബയോഡൈവേഴ്സിറ്റിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഇക്കോസിസ്റ്റത്തിൻ്റെ ടൈപ്സ്, അതായത് അത് ടെറസ്ട്രിയലും ആവാം അക്വാട്ടിക്കും ആവാം. ടെറസ്ട്രിയൽ എന്താണെന്നറിയാം, അക്വാട്ടിക്കും എന്താണെന്നറിയാം. വിത്തിൻ എ ഡിഫൈൻഡ് ഏരിയ, ഒരു പർട്ടിക്കുലർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഏരിയയിലുള്ള ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ടൈപ്സിനെയും കുറിച്ചിട്ടുള്ള സ്റ്റഡിയെയാണ് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിനെയാണ്, നേച്ചറിൻ്റെ ഇത്രയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഈസ് ദാറ്റ് പാർട്ട് ഓഫ് നേച്ചർ വിച്ച് ഇൻക്ലൂഡ്സ് ദ ഡിഫറൻസസ് ഇൻ ജീൻസ് എമംഗ് ദി ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷ്യസ്, ദ വെറൈറ്റി ആൻഡ് റിച്ച്നെസ് ഓഫ് ഓൾ ദ പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷ്യസ് അറ്റ് ഡിഫറെൻറ്റ് സ്കെയിൽസ് ഇൻ സ്പേസ് ലോക്കലി, in a region, in the country and the world, and the types of ecosystems both terrestrial and aquatic within a defined area. നെക്സ്റ്റ് നമ്മൾ ബയോഡൈവേഴ്സിറ്റിയുടെ മേജർ കമ്പോണൻസ് ആണ് നോക്കുന്നത്. മേജർ കമ്പോണൻസ് ഇൻ ബയോഡൈവേഴ്സിറ്റി ആർ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. ഇറ്റ് റിലേറ്റ്സ് ടു വെറൈറ്റി ഓഫ് ഹാബിറ്ററ്റ്, ബയോട്ടിക് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇക്കോളജിക്കൽ പ്രോസസ്സസ് ഇൻ ദ ബയോസ്ഫിയർ. അപ്പം ഒരു ബയോസ്ഫിയറിൽ തന്നെയുള്ള വെറൈറ്റി ഓഫ് ഹാബിറ്ററ്റിൽ വെറൈറ്റീസ് ഉണ്ടായിരിക്കും, ബയോട്ടിക് കമ്മ്യൂണിറ്റിയിൽ വെറൈറ്റീസ് ഉണ്ടായിരിക്കും, ഇക്കോളജിക്കൽ പ്രോസസ്സിൽ വെറൈറ്റി ഉണ്ടായിരിക്കും. ഇതിനെ എല്ലാത്തിനെയും കൂടെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി. സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷ്യസ് ഫൗണ്ട് അറ്റ് എ പ്ലേസ് ഓർ ഇൻ ആൻ ഇക്കോസിസ്റ്റം. അപ്പോൾ ഒരു പ്ലേസിൽ, ഒരു ഡിഫൈൻഡ് പ്ലേസിൽ അല്ലെങ്കിൽ ഒരു ഇക്കോസിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷ്യസിനെയാണ് സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ജനറ്റിക് ഡൈവേഴ്സിറ്റിയാണ്. ജീൻ ഈസ് ദ മോസ്റ്റ് ബേസിക് സ്ട്രക്ചർ ഓഫ് സ്പീഷ്യസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊരു സ്പീഷ്യസിൻ്റെ ആണെങ്കിലും അതിൻ്റെ മോസ്റ്റ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ജീനാണ്. ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൾ സ്പീഷ്യസ്. ഏതൊരു സ്പീഷ്യസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അവരുടെ ഫീച്ചേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ബേസിക് യൂണിറ്റാണ് ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ within any given species there can be several varieties and races which differ from one another in certain character. അപ്പം ഏതൊരു സ്പീഷ്യസിനെ എടുക്കുകയാണെങ്കിലും
അവർക്ക് പലതരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ പലതരത്തിലുള്ള റേസസ് കാണും, വിച്ച് ഡിഫർ ഫ്രം. അപ്പം ഒരു സ്പീഷ്യസ് ഡെഫിനറ്റ്ലി മറ്റൊരു സ്പീഷ്യസിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും ഇൻ ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം അങ്ങനെ പറയുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ഒരു വെറൈറ്റി അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസസ് അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സിറ്റിയാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഹോട്ട്സ്പോട്ട്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയാണ്. ഹോട്ട്സ്പോട്ട്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആർ ദി ഏരിയാസ് ഓൺ എർത്ത് വിച്ച് ആർ മോസ്റ്റ് ത്രെറ്റൻഡ് സെവിയർ പ്ലേസസ് ഫ്രം ദ വ്യൂ പോയിൻ്റ് ഓഫ് ദെയർ പ്രിസർവേഷൻ. അപ്പം നമ്മളിപ്പം എർത്തിൽ തന്നെ ചില പ്ലേസസ് വളരെ പ്രിസർവ് ചെയ്ത്, വളരെ എന്താ വെച്ചാൽ സൂക്ഷിച്ച് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളായിരിക്കും. അതായത് ചിലപ്പം എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള പ്ലേസസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷ്യസ് ഉണ്ടായിരിക്കും അവിടെ. അപ്പം ഒരു ത്രെറ്റൻഡ് ആയിട്ടുള്ള, അതായത് ത്രെറ്റ്സ് കൂടുതലുള്ള, അതായത് ആ ഒരു പ്ലേസോ അല്ലെങ്കിൽ ആ ഒരു എക്കോസിസ്റ്റമോ ഒക്കെ നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പം മോസ്റ്റ് ത്രെറ്റൻഡ് സിവിയർ പ്ലേസസ് ആയിരിക്കും. അപ്പം പ്രിസർവേഷൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അത് മോസ്റ്റ് ത്രെറ്റൻഡ് ഏരിയ ആയിരിക്കും. അങ്ങനെയുള്ള എർത്തിലെ ഏരിയാസിനെയാണ് ഹോട്ട്സ്പോട്ട്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അവിടെ പ്രിസർവേഷൻ വളരെ കൂടുതലായിരിക്കും, ത്രെറ്റ്സ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം അവിടെ ഒരു കൺസർവേഷനും അങ്ങനത്തുള്ള അപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കാണും. ഇപ്പോൾ ആ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് കടക്കാനായാലും, അപ്പം എന്ന് വെച്ചാൽ ഇപ്പം വിസിറ്റേഴ്സിനാണെങ്കിലും ഹ്യൂമൻ ബീങ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെ വളരെ കുറവേ അവിടെ കാണാൻ പറ്റും, കാരണം അത് പ്രിസർവ്ഡ് ഏരിയ ആണ്. സോ അങ്ങനെ ത്രെറ്റൻഡ് ആയിട്ടുള്ള ഏരിയാസിനെയാണ് നമ്മൾ ഹോട്ട്സ്പോട്ട്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. 2 hotspots of biodiversity that extend into India. ഇന്ത്യയിൽ ഉള്ള 2 ഹോട്ട്സ്പോട്ട്സ് ആണ് പറയുന്നത്. ഇൻഡോ ബർമ ഹോട്ട്സ്പോട്ടാണ് ഇന്ത്യയിലെ ഒരു ഹോട്ട്സ്പോട്ട്. 2 വെസ്റ്റേൺ ഗാട്സ് ആൻഡ് ശ്രീലങ്ക ഹോട്ട്സ്പോട്ടാണ്. നെക്സ്റ്റ് പറയുന്നത് കോസസ് ഓഫ് ത്രെറ്റ്സ് ടു ബയോഡൈവേഴ്സിറ്റി ആണ്. മേജർ കോസസ് ഓഫ് ത്രെറ്റ്സ് ടു ബയോഡൈവേഴ്സിറ്റി ആർ ദ ഹ്യൂമൻ ആക്ഷൻസ് enumerated as follows. അപ്പോൾ മെയിനായിട്ട് ബയോഡൈവേഴ്സിറ്റിക്ക് നാച്ചുറലി ഒരുപാട് ത്രെറ്റ്സ് ഉണ്ടാവും. ഇപ്പം നാച്ചുറൽ കലാമിറ്റീസും ഒക്കെ ഒരു ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിനെ ത്രെറ്റൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ മോസ്റ്റ്ലി നോക്കുവാണെങ്കിൽ കൂടുതൽ ത്രെറ്റ്സ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റീസിലൂടെയാണ്. അപ്പോൾ ആ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഹണ്ടിങ് ഓഫ് ബേർഡ്സ്, ആനിമൽസ്, ഫിഷസ് എക്സെട്ര. ഇപ്പം ബേർഡ്സിനെ, അനിമൽസിനെ, ഫിഷസിനെയൊക്കെ ഹണ്ട് ചെയ്യുന്നത് ഒരു ഡിസ്ട്രക്റ്റീവ് ആക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ത്രെറ്റാണ്. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. ഇപ്പം ഹ്യൂമൻ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ നീഡ്സ് ആൻഡ് വോൺസ് കൂടും. അപ്പം നമുക്ക് ഉള്ള റിസോഴ്സസിനെയും കാട്ടിയും കൂടുതൽ റിസോഴ്സസ് വേണ്ടി വരും. അപ്പം നമ്മൾ കൂടുതൽ നാച്ചുറൽ റിസോഴ്സ്, ഇപ്പോൾ നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ നമ്മുടെ നേച്ചറിനെ നമ്മൾ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങും. അതും നമ്മുടെ നേച്ചറിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബയോഡൈവേഴ്സിറ്റിക്ക് ഒരു ത്രെറ്റാണ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ആക്ഷനാണ്. അഡ്വാൻസിങ് സിവിലൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യും, സിവിലൈസേഷൻസ് അഡ്വാൻസ് ചെയ്യുന്നതും ഇതുപോലെ ഒരു വലിയ ത്രെറ്റ് ടു ബയോഡൈവേഴ്സിറ്റി തന്നെയാണ്. ഇൻക്രീസ്ഡ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് കൂടുമ്പോൾ, അപ്പോൾ ഇപ്പം ഏരിയാസ് ഓഫ് ഫോറസ്റ്റ് ഒക്കെ ആയിരിക്കും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അവിടെയൊക്കെ പല ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് തുടങ്ങും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ട്രീസും അല്ലെങ്കിൽ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ മാത്രം നടത്തും. അപ്പോൾ ചിലപ്പം അബണ്ടൻ്റ് ആയിട്ടുള്ള ട്രീസും ഡിഫറെൻറ്റ് സ്പീഷ്യസ് ഓഫ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ക്ലിയർ ചെയ്തിട്ടായിരിക്കും അവിടെ വേറെ തരത്തിലുള്ള അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. അപ്പോൾ അതും ആ ഒരു ബയോഡൈവേഴ്സിറ്റിക്കുള്ള ത്രെറ്റ് തന്നെയാണ്. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ. ആസ് വി ഓൾ നോ, ഇൻഡസ്ട്രിയലൈസേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എർത്ത് അല്ലെങ്കിൽ ആ ഒരു എക്കോസിസ്റ്റം ഒക്കെ ഡിസ്ട്രക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പ്ലോറേഷൻ ഓഫ് ന്യൂവർ ഏരിയ ടു ഫുൾഫിൽ ഇൻക്രീസ്ഡ് ഹ്യൂമൻ നീഡ്സ്. നമ്മൾ ഓൾറെഡി ഇൻക്രീസ്ഡ് പോപ്പുലേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഹ്യൂമൻ നീഡ്സ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് ന്യൂവർ ഏരിയാസ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങും. അതും ഒരു ത്രെറ്റ് ടു ബയോഡൈവേഴ്സിറ്റി തന്നെയാണ്. നെക്സ്റ്റ് ഡീഫോറസ്റ്റേഷൻ. ആസ് വി ഓൾ നോ, വളരെ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു റീസണാണ് നേച്ചറിൻ്റെ ഡിസ്ട്രക്ഷന് ഏറ്റവും വലിയൊരു കാര്യം ഡീഫോറസ്റ്റേഷൻ തന്നെയാണ്. കാരണം പ്ലാന്റ്സിൻ്റെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ട്രീസിൻ്റെ എക്സിസ്റ്റൻസ് നമുക്ക് അതൊരു ഇന്നെവിറ്റബിൾ റോളാണ് നമ്മുടെ ലൈഫിലെല്ലാം ഉള്ളത്. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ടാണെങ്കിലും നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ട്രീസ് എല്ലാം കട്ട് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ മുറിച്ച് മാറ്റി അവിടെ മറ്റ് കൾട്ടിവേഷൻസ് നടത്തുക, അല്ലെങ്കിൽ ഇപ്പോൾ പേപ്പർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ ട്രീസൊക്കെ കട്ട് ഡൗൺ ചെയ്യുക എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റിക്ക് ഒരു ത്രെറ്റാണ്. മൈനിങ് ആൻഡ് അതർ എക്സ്ട്രാക്ഷൻ വർക്ക്സ്.
പിന്നെ എയർ, വാട്ടർ ആൻഡ് സോയിൽ പൊല്യൂഷൻ, അതുപോലെ തന്നെ മൈനിങ്, എക്സ്ട്രാക്ഷൻ, ഇതെല്ലാം ബയോഡൈവേഴ്സിറ്റിക്ക് ത്രെട്ട് തന്നെയാണ്. ഇനി പറയുന്നത് ഫോംസ് ഓഫ് ത്രെറ്റ് ടു ബയോഡൈവേഴ്സിറ്റി ആണ്. ദ ത്രെറ്റ്സ് ടു ബയോഡൈവേഴ്സിറ്റി ഡ്യൂ ടു എബോ കോസസ് ആർ ഇൻ ദ ഫോളോയിങ് ഫോംസ്. അപ്പം നമ്മളിപ്പം പലതരത്തിലുള്ള ത്രെറ്റ്സ് പറഞ്ഞു. അതിന് ഏതൊക്കെ ഫോമിലാണെന്നാണ്, ആ ഒരു കോസസ് ഏതൊക്കെ ഫോമിലാണ് വരുന്നതെന്നാണ് നമ്മൾ ഇനി അടുത്ത പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഹാബിറ്ററ്റ് ഡീഗ്രഡേഷൻ എന്നാണ്. ഹാബിറ്ററ്റ് ഡീഗ്രഡേഷൻ എന്ന് വെച്ചാൽ ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ എന്നാണ്. അതായത് ഇപ്പം ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻക്രീസ് ആവുന്നതിലൂടെ, അവരുടെ ആക്ടിവിറ്റീസിലൂടെ, സെറ്റിൽമെൻറ്റ്സിലൂടെയൊക്കെ ഒരു ഹാബിറ്റിനെയാണ് ഡീഗ്രേഡ് അല്ലെങ്കിൽ ഡിസ്ട്രക്ട് ചെയ്യുന്നത്. കാരണം ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാബിറ്ററ്റിനെ ആയിരിക്കും നമ്മൾ നശിപ്പിക്കുന്നത്. ആ ഒരു ഹാബിറ്ററ്റിനെ നശിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നടത്തുന്നത്. അപ്പം ഹാബിറ്ററ്റ് ഡീഗ്രഡേഷൻ നേരത്തെ പറഞ്ഞ ത്രെഡ്സിൻ്റെ എല്ലാം ഒരു ഫോമാണ്. പിന്നെ പറയുന്നത് ഹാബിറ്ററ്റ് ഫ്രാഗ്മെൻറ്റേഷനാണ്. അതും ഈ ഹാബിറ്ററ്റ് റിഡക്ഷനാണ്, ഒരു പ്രോസസ്സ് ഓഫ് ഹാബിറ്ററ്റ് റിഡക്ഷനാണ്. അത് എന്താണെന്ന് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ ഹാബിറ്റഡ് ഏരിയയെ നമ്മൾ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റ്സ് ആക്കി മാറ്റുക. അപ്പം അവരുടെ ആ ഒരു കണ്ടിന്യൂഷൻ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ ഡിവൈഡ് ആവുന്നതിലൂടെ അവരുടെ ഹാബിറ്ററ്റ് അവിടെ ഡിസ്ട്രക്ഷനിലോട്ട് അല്ലെങ്കിൽ ഒരു ത്രെട്ടിലേക്ക് പോവുകയാണ്. അതും ഒരു ത്രെറ്റ് ടു ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു ഫോമാണ്. പിന്നെ പറയുന്നത് ജനറ്റിക് അസിമിലേഷനാണ്. ജനറ്റിക് അസിമിലേഷൻ എന്ന് പറയുന്നത് ഈ എൻഡേഞ്ചേർഡ് അല്ലെങ്കിൽ റെയർ സ്പീഷീസിൻ്റെയൊക്കെ ഒരു കോസായിട്ടാണ് ഈ ജനറ്റിക് അസിമിലേഷൻ പറയാം. അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സ്പീഷ്യസ് വേറെ സ്പീഷ്യസുമായിട്ട് ക്രോസ് ബ്രീഡ് ചെയ്യുമ്പം അവിടെ ചിലപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു സ്പീഷ്യസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പം അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ രണ്ട് സ്പീഷ്യസിനെയും ബാധിക്കും. അപ്പോൾ അവിടെ അവർക്കൊരു ജനറ്റിക് അസിമിലേഷനാണ് വരുന്നത്. അപ്പോൾ അവരുടെ സ്പീഷ്യസ് വളരെ റെയർ ആയിട്ട്, അല്ലെങ്കിൽ അത് ഒരു എൻഡേഞ്ചേർഡ് സ്പീഷ്യസ് ആയിട്ട് മാറുന്നു. അതും ത്രെറ്റ്സ് ടു ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു ഫോം തന്നെയാണ്. അടുത്തത് പറയുന്നത് പൊല്യൂഷനാണ്. പൊല്യൂഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പൊല്യൂഷൻ എന്താണെന്ന് അറിയാം. നമ്മളിപ്പം നേച്ചറിൽ ഇപ്പോൾ നോയ്സ് പൊല്യൂഷനുണ്ട്, വാട്ടർ പൊല്യൂഷനുണ്ട്, എയർ പൊല്യൂഷനുണ്ട്, സോയിൽ പൊല്യൂഷനുണ്ട്. ഇതെല്ലാം നമ്മൾ അൺവാണ്ടഡ് അല്ലെങ്കിൽ ഫോറിൻ മെറ്റീരിയൽസിനെ നമ്മുടെ നേച്ചറിലേക്ക് വലിച്ചെറിയുന്നത് വഴി, അതിപ്പം സോയിലിലേക്കാണെങ്കിലും എയറിലേക്കാണെങ്കിൽ കെമിക്കൽ ഗ്യാസസും അതെല്ലാം നമ്മൾ പുറന്തള്ളുന്നതിലൂടെ എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നു. വാട്ടർ അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസും ഗാർബേജസും ഒക്കെ വാട്ടർ റിസോഴ്സസിലേക്ക് കളയുന്നത് വഴി അവിടെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നു. സോയിൽ പൊല്യൂഷനും അതുപോലെ തന്നെയാണ്. നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം സോയിലിൽ ഡംപ് ചെയ്യുന്നത് വഴി സോയിൽ പൊല്യൂഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു ത്രെട്ടിലേക്കാണ് നയിക്കുന്നത്. പിന്നെ പറയുന്നത് ഹാബിറ്ററ്റ് ലോസ് ആണ്. ഹാബിറ്ററ്റ് ലോസ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഷൻ ഓഫ് സ്പീഷീസ് ആണ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ, മൈനിങ്, ഇൻഡസ്ട്രിയലൈസേഷൻ, എക്സ്പാൻഡിങ് ഓഫ് പോപ്പുലേഷൻ, ഹ്യൂമൻ പോപ്പുലേഷൻ്റെ എക്സ്പാൻഡിങ് ഒക്കെ കാരണം ഹാബിറ്ററ്റ് ലോസ് അവിടെ സംഭവിക്കും. അതായത് നമ്മുടെ നീഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് കാരണം ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പീഷ്യസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോവുകയാണ്, അവിടെ ലോസ് ആയി പോവുകയാണ്. അതാണ് ഹാബിറ്ററ്റ് ലോസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പറയുന്നത് പോച്ചിങ് ആണ്. പോച്ചിങ് എന്ന് പറയുന്ന ഒരു ന്യൂവർ കൈൻഡ് ഓഫ് ത്രെട്ടാണ്. അത് റീസെൻ്റ്ലി അല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പൊക്കെ വന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ത്രെട്ടാണ് പോച്ചിങ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ട് നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഔട്ട്കമ്മിനെയാണ് പോച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിനാൻഷ്യൽ ഗെയിൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ റെയർ ആയിട്ടുള്ള സ്പീഷ്യസിലെ ആനിമൽസിനെയൊക്കെ നമ്മുടെ ഈറ്റിംഗ് പർപ്പസിന് വേണ്ടി ഹണ്ട് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ ലയണിൻ്റെയും ടൈഗറിൻ്റെയൊക്കെ ഈ ഒരു അവരുടെ സ്കിന്ന് അതിനൊക്കെ മാർക്കറ്റിൽ കൊമേഴ്സ്യലി ഭയങ്കര ഡിമാൻഡുള്ള ഐറ്റംസാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്തരം അനിമൽസിനെ ഹണ്ട് ചെയ്യുക. പിന്നെ ഉള്ളതാണ് ടീത്തിൻ്റെ കാര്യം. ടീത്ത് അതുപോലെ തന്നെ ഈ ആനയുടെയൊക്കെ കൊമ്പ്, അതുമൊക്കെ ഈ കൊമേഴ്സ്യലി ഭയങ്കര ഡിമാൻഡുള്ള കാര്യം. അപ്പോൾ അങ്ങനെ നമുക്ക് ഫിനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള റിസോഴ്സസിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഇതേപോലത്തെ അനിമൽസിനെയോ സ്പീഷ്യസിനെയോ ഒക്കെ ഹണ്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റ് ചെയ്യുന്നതൊക്കെ ആ ഒരു ടൈപ്പ് ഓഫ് ഡിസ്ട്രക്ഷനെയാണ് നമ്മൾ പോച്ചിങ് ഓഫ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. ലാസ്റ്റ്ലി നമ്മൾ പറയുന്നത് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട്സ്. അത് ഇതിലെല്ലാം വരുന്ന കാര്യം തന്നെയാണ്. മാനും ആ ഒരു വൈൽഡ് ലൈഫും തമ്മിലുള്ള കോൺഫ്ലിക്ട്സ്. വൈൽഡ് ലൈഫ് മീൻസ് ആ ഒരു വൈൽഡ് ആനിമൽസും കാര്യങ്ങളും അങ്ങനെയുള്ള ആ ഒരു കോൺഫ്ലിക്ട്സ്, അതും ഒരു ത്രെറ്റ് ടു ബയോഡൈവേഴ്സിറ്റി തന്നെയാണ്.
ഇനി പറയുന്നത് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചിട്ടാണ്. കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി 2 ടൈപ്പ് ഉണ്ട്. ഇൻസൈറ്റു കൺസർവേഷനും എക്സൈറ്റു കൺസർവേഷനും. ഇൻസൈറ്റു കൺസർവേഷനിൽ വരുന്നത് ഇൻസൈറ്റു ഓർ ഓൺ-സൈറ്റു കൺസർവേഷൻ മീൻസ് കൺസർവേഷൻ ഓഫ് സ്പീഷീസ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ എക്കോസിസ്റ്റം ഓർ ഇവൻ ഇൻ മാൻ-മെയ്ഡ് എക്കോസിസ്റ്റം. ദീസ് ഇൻക്ലൂഡ് നാഷണൽ പാർക്ക്, സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സ് എക്സെട്ര. അതായത് ഇപ്പോൾ ഒരു എൻഡേഞ്ചേർഡ് അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ള സ്പീഷീസിനെ നമ്മൾ പ്രിസർവ് ചെയ്യുമല്ലോ അല്ലെങ്കിൽ കൺസർവ് ചെയ്യുമല്ലോ, അതിനാണല്ലോ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്പീഷീസിനെ അതിൻ്റെ ഒറിജിനൽ എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള ആ ഒരു എക്കോസിസ്റ്റവും ആ ഒരു ചുറ്റുപാടും എല്ലാം മാൻമെയ്ഡായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു എക്കോസിസ്റ്റത്തിൽ നാച്ചുറലി തന്നെ അതിനെ കൺസർവ് ചെയ്യുക. അതിനെയാണ് ഇൻസൈറ്റു അല്ലെങ്കിൽ ഓൺ-സൈറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ നാഷണൽ പാർക്ക്, സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സ് ഇതെല്ലാം ഇൻസൈറ്റു കൺസർവേഷനിൻ്റെ അണ്ടറിൽ വരുന്ന ടൈപ്പാണ്. അടുത്തത് പറയുന്നത് എക്സൈറ്റു കൺസർവേഷൻ ആണ്. എക്സൈറ്റു കൺസർവേഷൻ മീൻസ് കൺസർവേഷൻ ഓഫ് സ്പീഷീസ്, അതായത് സാമ്പിൾ ഓഫ് ജനറ്റിക് ഡൈവേഴ്സിറ്റി particularly of endangered species away from their natural habitat under human supervision. അപ്പം ഇതേപോലെ തന്നെ ഈ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ്, അതായത് അതിൻ്റെ ഒരു സാമ്പിൾ ഓഫ് ജനറ്റിക് ഡൈവേഴ്സിറ്റിയെ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ നിന്നും മാറ്റി ഹ്യൂമൻ സൂപ്പർവിഷനിൽ സെപ്പറേറ്റ് ആയിട്ട് അതിനെ മാത്രമായിട്ട് കൺസർവ് ചെയ്യുക അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുന്ന ആ ഒരു, അതായത് നാച്ചുറൽ ഹാബിറ്ററ്റിൽ നിന്ന് എവേ ആയിട്ട് ദൂരെ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് അതിനെ കൺസർവ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കൺസർവേഷനെയാണ് എക്സൈറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന പോർഷൻ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നാച്ചുറൽ റിസോഴ്സസ് ആണ്. അപ്പോൾ അടുത്ത ടോപ്പിക്ക് നാച്ചുറൽ റിസോഴ്സസ് ആണ്. Natural resources are the components of environment which are inherently created by environment for supporting life. അപ്പോൾ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റ് തന്നെ ഇൻഹറൻ്റ്ലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് നാച്ചുറലി, അതായത് ഹ്യൂമൻ അസിസ്റ്റൻസോ ഒന്നുമില്ലാതെ ഇൻഹറൻ്റായിട്ട് ക്രിയേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൻ്റെ കമ്പോണൻസിനെയാണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നാച്ചുറൽ റിസോഴ്സ് ഈസ് ഇൻഹറൻ്റ്ലി ക്രിയേറ്റഡ് ബൈ എൻവയോൺമെൻറ്റ് ആൻഡ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ നാച്ചുറൽ റിസോഴ്സ് ഇൻഹറൻ്റ്ലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എൻവയോൺമെൻറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ നാച്ചുറൽ റിസോഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് നേച്ചർ തന്നിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. ആൻഡ് ദീസ് ആർ എസെൻഷ്യൽ ഫോർ സപ്പോർട്ടിങ് ലൈഫ്. നമ്മുടെ ലൈഫ് സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഈ നാച്ചുറൽ റിസോഴ്സ്. നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഇപ്പോൾ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലാൻഡ്, സോയിൽ, വാട്ടർ, അതുപോലെ തന്നെ എയർ, ഇതെല്ലാം നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് തന്നെയാണ്. അപ്പോൾ ഇതൊന്നുമില്ലാതെ നമുക്ക് ലൈഫ് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ എസെൻഷ്യലാണ് നാച്ചുറൽ റിസോഴ്സസ്. ഇറാഷണൽ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ലീഡ്സ് ടു ഡിപ്ലീഷൻ ഇൻ നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഇറാഷണലായിട്ട്, അതായത് ഇംപ്രോപ്പർ ആയിട്ടുള്ള യൂസ് അതിൻ്റെ ഡിപ്ലീഷനിലേക്ക് ലീഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതും നാച്ചുറൽ റിസോഴ്സിൻ്റെ ഒരു ഫീച്ചറാണ്. കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് ഈസ് എസെൻഷ്യൽ ഫോർ ജനറേഷൻ ടു കം. നമ്മളെപ്പോഴും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റേ നടത്താവൂന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഉള്ള ഈ റിസോഴ്സസിനെ കമ്മിങ് ജനറേഷന് വേണ്ടി പ്രിസർവ് ചെയ്യുകയും വേണം. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതും നാച്ചുറൽ റിസോഴ്സിൻ്റെ ഒരു ഫീച്ചറാണ്. അതായത് നമ്മളെപ്പോഴും നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് നമ്മുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു പോർഷൻ, ഈ നാച്ചുറൽ റിസോഴ്സിൻ്റെ ഒരു പോർഷൻ വരും ജനറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൺസർവ് ചെയ്യണം. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് ഇസ് എ ത്രെറ്റ് ടു യൂണിവേഴ്സ്. നമ്മൾ ഓവറായിട്ട് നാച്ചുറൽ റിസോഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സിന് തന്നെ ഒരു ത്രെറ്റാണ്. Then replacement of natural resources is difficult and certain case it is impossible. അപ്പം ചില നാച്ചുറൽ റിസോഴ്സസ് റിന്യൂവബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് കാണും. ഇപ്പം എയർ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിന്യൂവബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ആണ്. പക്ഷെ അങ്ങനെയല്ല, ചിലത് നോൺ റിന്യൂവബിൾ ആയിരിക്കും. അതായത് ഇപ്പം നമ്മുടെ ഈ ഫോസിൽ ഫ്യൂവൽസിൻ്റെയൊക്കെ കാര്യം പറയുന്നത്, ഫോസിൽ ഫ്യൂവൽസൊക്കെ നോൺ റിന്യൂവബിൾ, അതായത് പെട്ടെന്ന് നമുക്ക് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റിസോഴ്സ് അല്ല ഈ ഫോസിൽ ഫ്യൂവൽസൊക്കെ പോലുള്ള. അപ്പോൾ അതൊക്കെ നോൺ റിന്യൂവബിൾ ആണ്. അപ്പോൾ ചില നാച്ചുറൽ റിസോഴ്സിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാമെങ്കിലും ഡിഫിക്കൾട്ടാണ്, ചിലത് നമുക്ക് ചെയ്യാനേ പറ്റത്തില്ല, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. Over exploitation of any one natural resources lead to
ഇക്കോളജിക്കൽ ഇംബാലൻസ്. അപ്പം മൊത്തത്തിൽ എല്ലാ നാച്ചുറൽ റിസോഴ്സസിനെയും ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരു നാച്ചുറൽ റിസോഴ്സസിനെ ആണെങ്കിൽ പോലും നമ്മൾ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഇക്കോളജിയുടെ ഇംബാലൻസിലേക്കായിരിക്കും, അതായത് നമ്മുടെ ഓവറോൾ ഇക്കോളജിക്ക് ഒരു ഇംബാലൻസ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആണ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു റിന്യൂവബിൾ റിസോഴ്സസും ഉണ്ട്, നോൺ റിന്യൂവബിൾ റിസോഴ്സും ഉണ്ട്. റിന്യൂവബിൾ റിസോഴ്സസ് ഓർ ഇൻഎക്സോസ്റ്റിബിൾ റിസോഴ്സ്, അതായത് ഇൻഎക്സോസ്റ്റിബിൾ, അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ റിസോഴ്സിനെയാണ് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഓർ എക്സോസ്റ്റിബിൾ റിസോഴ്സസ്. നോൺ റിന്യൂവബിൾ അതായത് റിന്യൂ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിൻ്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഓവർ യൂസേജ് അതിൻ്റെ ഒരു എൻഡിലേക്ക്, ആ ഒരു റിസോഴ്സിൻ്റെ എൻഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്ഷനിലേക്ക് കൊണ്ടുവരും. ഡിസ്ട്രക്ഷൻ ഉണ്ടാവും ആ റിസോഴ്സിന്. അതിനെയാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഫോറസ്റ്റ് റിസോഴ്സസിനെ കുറിച്ചിട്ടാണ്. ഫോറസ്റ്റ് ഫോം എ മേജർ ഫാക്ടർ ഓഫ് എൻവയോൺമെൻറ്റൽ കൺസേൺ. ഇൻ ഇന്ത്യ ഫോറസ്റ്റ് ഫോം 19.5% of total land area. Forest is defined as biotic community comprising vegetation of trees, woods, shrubs, etc. These are renewable resources because new vegetation can be grown again and again. So forest resources എന്താണെന്ന് അറിയാം നമുക്ക്. അതുപോലെ തന്നെ ഇന്ത്യയിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ലാൻഡ് ഏരിയയുടെ ഏകദേശം ഒരു 19.5% ഫോറസ്റ്റ് തന്നെയാണ്. ഫോറസ്റ്റിനെ ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി ആയിട്ട്, അതായത് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ ഇപ്പം ടൈപ്സ് ഓഫ് കംപ്രൈസിങ് വെജിറ്റേഷൻസ് അല്ലെങ്കിൽ പ്ലാന്റേഷൻസ് ഓഫ് ട്രീസ് ഉണ്ട്, വുഡ്സ് ഉണ്ട്, ഷെർബ്സ് ഉണ്ട്, അങ്ങനെയുള്ള പല ടൈപ്സ് ഓഫ് വെജിറ്റേഷനാണ് അവിടെ കാണുന്നത്. ഈ ഫോറസ്റ്റ് റിസോഴ്സസ് എന്ന് പറയുന്നത് തന്നെ റിന്യൂവബിൾ റിസോഴ്സാണ്. അതായത് ഇപ്പോൾ ഒരു പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രീയുടെ ലൈഫ് കഴിഞ്ഞാലും അല്ലെങ്കിൽ ആ ഒരു ഏരിയ നമ്മൾ ക്ലിയർ ചെയ്താലും നമുക്ക് വീണ്ടും വെജിറ്റേഷൻസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രോ ചെയ്യാൻ പറ്റും. വീണ്ടും പ്ലാന്റ്സ് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും. അങ്ങനെ വീണ്ടും പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നതിലൂടെ ആ വെജിറ്റേഷൻ എഗെയിൻ ആൻഡ് എഗെയിൻ ക്രിയേറ്റഡ് ആവുകയാണ്. അപ്പം അത് റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. അതായത് ഒരു എൻഡിലേക്ക് പോകുന്നില്ല. ഫോറസ്റ്റ് റിസോഴ്സിനെയൊക്കെ നമുക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി യൂസസ് ഓഫ് ഫോറസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഫ്യൂവൽ വുഡ്, നമ്മുടെ ഈ ഫ്യൂവലായിട്ട്, അതായത് ഈ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നതിനും ഒക്കെ പണ്ട് കാലത്ത് കൂടുതലായിട്ട് ഫ്യൂവലായിട്ട് ഉപയോഗിച്ചിരുന്നത് വുഡാണ്. ഈ നമ്മൾ ഈ മരങ്ങളുടെയൊക്കെ തടി മുറിച്ച് ആ ഒരു വുഡാണ് നമ്മൾ ഫ്യൂവലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ടിമ്പറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബാംബൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഇപ്പോൾ പല ട്രീസിൽ നിന്നും ഉള്ളത്, ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾസും ഒക്കെ നമുക്ക് കിട്ടുന്നത് ഇതേപോലുള്ള പ്ലാന്റേഷൻസിൽ നിന്ന്. അതും നമുക്ക് ഫോറസ്റ്റ് തരുന്ന ഒരു ബെനിഫിറ്റ്, ഒരു യൂസ് തന്നെയാണ്. ഷെൽട്ടർ, നമ്മൾ ഈ മരങ്ങളിലൊക്കെ ഈ ഓരോ ഷെൽട്ടർ ഉണ്ടാക്കിയൊക്കെ ജീവിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പം നമുക്ക് വീട് പണിയുന്നതിനും ഒക്കെ ആയിട്ട് ഈ കതകിനും ജനലിനും ഒക്കെ ആയിട്ട് നമ്മൾ ഈ മരങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു അതിൻ്റെയൊക്കെ ഒരു മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വുഡൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഷെൽട്ടർ പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ ഫോറസ്റ്റിനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പേപ്പർ, നമുക്കറിയാം പേപ്പർ പ്രോസസ്സിങ്ങിന് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ട്രീ പൾപ്പ് തന്നെയാണ്. അപ്പോൾ അതിനും നമ്മൾ ഫോറസ്റ്റിനെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ റയോൺ, പിന്നെ ഫോറസ്റ്റ് പ്രോഡക്ട്സ്. ഫോറസ്റ്റ് നമുക്ക് പല തരത്തിലുള്ള എന്ന് വെച്ചാൽ നമുക്കിപ്പം അല്ലാതെ നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന ട്രീസിൽ നിന്നൊന്നും കിട്ടാത്ത തരത്തിലുള്ള പല പ്രോഡക്ട്സ് നമുക്ക് ഫോറസ്റ്റിൽ നിന്ന്, ഡെൻസ് ഫോറസ്റ്റിൽ നിന്നൊക്കെ കിട്ടുക. റെയർ ആയിട്ടുള്ള പല പ്രോഡക്ട്സും കിട്ടും. അപ്പോൾ അതുമൊക്കെ ഫോറസ്റ്റിൻ്റെ യൂസസ് ആണ്. പിന്നെ ഓസ്തെറ്റിക് ആൻഡ് അതർ വാല്യൂസ്, അങ്ങനെയുള്ള ഒരുപാട് യൂസസ് ആണ് ഫോറസ്റ്റിൽ നിന്നുള്ളത്. ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് ഫ്രം ഫോറസ്റ്റ്, കൺസർവേഷൻ ഓഫ് സോയിൽ. അതെ, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മളൊരു ഫോറസ്റ്റിനെ ഡിസ്ട്രക്ട് ചെയ്യാതെ അതിനെ ആ ഫോറസ്റ്റ് ഏരിയ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിൽ സോയിൽ കൺസർവേഷനാണ് അവിടെ നടക്കുന്നത്. അതായത് അവിടെ വലിയ രീതിയിലുള്ള സോയിൽ പൊല്യൂഷൻസ് ഉണ്ടാകുന്നില്ല. അവിടെ അബൻഡൻ്റ് ആയിട്ടുള്ള ട്രീസ് ഉണ്ട്, വെജിറ്റേഷൻസ് ഉണ്ട്. അവിടെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഒന്നുമില്ല. അപ്പം സോയിലിനെ അതിൻ്റെ വളരെ ആപ്റ്റായിട്ടുള്ള രീതിയിൽ കൺസർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സോയിൽ ഇമ്പ്രൂവ്മെൻറ്റ്, ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെജിറ്റേഷൻസ് ഉണ്ടാവുകയും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് വെജിറ്റേഷൻസ് തന്നെ അതിൻ്റെ ഒരു ലൈഫ് കഴിയുന്ന ടൈമിൽ ആ ഒരു അവിടെ തന്നെ മുറിച്ച് അതിൻ്റെ ഒരു ലൈഫ് കഴിയുന്നതിനുള്ള
പൊല്യൂഷനോടെ അത് വീണ്ടും ഡീക്കേ ചെയ്ത് സോയിലിലേക്ക് തന്നെ ചെല്ലുമ്പോഴും അവിടെയൊക്കെ അങ്ങനെയൊക്കെ സോയിലിൻ്റെ ആ ഒരു ഗുണം കൂടി അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. അതായത് ആ ഒരു സർക്കിൾ അവിടെ കംപ്ലീറ്റ് ചെയ്യണം. അവിടെ ഹ്യൂമൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻവോൾവ്മെൻ്റ് ഒന്നും അധികമായിട്ട് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഒന്നും ഉണ്ടാവാതിരിക്കുമ്പോൾ ആ നാച്ചുറൽ റിസോഴ്സസ് നാച്ചുറൽ ആയിട്ട് തന്നെ നിലനിൽക്കുകയും ആ ഒരു സൈക്കിളിലൂടെ തന്നെ ആ ഒരു എല്ലാ പ്രോസസ്സിങ്ങും കറക്റ്റായിട്ട് തന്നെ നടക്കും. അപ്പോൾ അതുവഴി സോയിൽ ഇമ്പ്രൂവ്മെൻറ്റും നടക്കുന്നുണ്ട്. പിന്നെ റിഡക്ഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. ട്രീസ് നമുക്കറിയാം, ട്രീസ് ഒരുപാടായിട്ട് ട്രീസിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് പൊല്യൂഷൻ്റെ അളവ് വളരെയധികം കുറയും. അതായത് അപ്പം അതിനകത്ത് ഏറ്റവും ഇതായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് എയർ പൊല്യൂഷനെയാണ്. ട്രീസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എയർ പൊല്യൂഷൻ കുറയും, നമ്മുടെ ഈ ക്ലൈമറ്റിക് ചേഞ്ചസിൻ്റെ വേരിയേഷൻസ് കുറയും, നമ്മുടെ ഈ ടെമ്പറേച്ചർ വേരിയേഷൻസ് കുറയും. അങ്ങനെ അതുപോലെ തന്നെ ഇപ്പം സോയിലിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ വാട്ടറിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ. അപ്പോൾ പൊല്യൂഷൻ, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യാനും ഫോറസ്റ്റ് നമ്മളെ സഹായിക്കും. അതേപോലെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ ഓഫ് ക്ലൈമറ്റ്, ഇതേപോലെ ഫോറസ്റ്റായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നതിലൂടെ ക്ലൈമറ്റിക് വേരിയേഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലൈമറ്റ് ആ ഒരു സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് കീപ്പ് ചെയ്യാനും പറ്റും. നമുക്ക് കൺട്രോൾ ഓഫ് വാട്ടർ ഫ്ലോയെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ഡീഫോറസ്റ്റേഷനാണ്. ഡീഫോറസ്റ്റേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റെക്ലെസ് ഫെല്ലിംഗ് ഓഫ് ട്രീസ് ബൈ ഹ്യൂമൻ ബീയിങ്സ് ഫോർ ദെയർ അൾട്ടീരിയർ എൻഡ്സ്. അപ്പം ഹ്യൂമൻ ബീയിങ്സ് അവരുടെ നീഡ്സിനായിട്ട് ട്രീസിനെ ടോപ്പ് ടു ദ ബോട്ടം അതിനെ യൂസ് ചെയ്ത് അതിനെ അനാവശ്യമായിട്ട് ഒരു കയ്യും കണക്കും ഒന്നുമില്ലാതെ ട്രീസിനെ കട്ട് ഡൗൺ ചെയ്ത് ഹ്യൂമൻ ബീയിങ്സ് അവരുടെ നീഡ്സിന് വേണ്ടിയിട്ട് ആ ട്രീസിനെ കട്ട് ഡൗൺ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. Causes of deforestation: need of land to accommodate increasing population and expanding urbanization. Economic gains by selling timber and using wood as fuel. Industrial growth such as establishing a new power project, a new industry, a corporate office, etc. അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഡീഫോറസ്റ്റേഷൻ നടക്കുന്നത്? ഒന്ന്, നമ്മുടെ ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഹ്യൂമൻ ബീയിങ്സിന് താമസിക്കാനും അവരുടെ വെൽബീയിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് സ്ഥലം വേണം, അവരുടെ അക്കോമഡേഷന് വേണ്ടിയിട്ട് സ്ഥലം വേണം. ആ സ്ഥലത്തിന് വേണ്ടിയിട്ട് അപ്പം ഫോറസ്റ്റിൻ്റെ ഏരിയയോ അല്ലെങ്കിൽ ഇതേപോലെ പ്ലാന്റേഷൻസ് ഒക്കെ നടത്തിയിട്ടുള്ള ഏരിയ നമ്മൾ ആ ട്രീസൊക്കെ കട്ട് ഡൗൺ ചെയ്ത് അവിടെ നമുക്ക് വേണ്ടുന്ന ഷെൽട്ടർ, അതായത് ഇപ്പോൾ ഹൗസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ബിൽഡിങ്സ് ആണെങ്കിലും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫോറസ്റ്റേഷൻ നടത്തുന്നു. അതുപോലെ തന്നെ എക്കണോമിക് ഗെയിൻ ആയിട്ടുള്ള ഇപ്പോൾ ടിമ്പർ സെല്ല് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല എക്കണോമിക് ഗെയിൻ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാനും നമുക്ക് വുഡ് വേണം. അപ്പോൾ ഇതിന് രണ്ടിനും വേണ്ടിയിട്ട് നമ്മൾ ഡിഫോറസ്റ്റേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു, അതേപോലെ ഡിഫോറസ്റ്റേഷൻ നടത്തുന്നു. പിന്നെ ഉള്ളത് ഇപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുക. നമ്മൾ ഇപ്പം ഇൻക്രീസിങ് പോപ്പുലേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവിടെ ഈ ലാൻഡിൻ്റെയാണ് ആവശ്യകത. ഇപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പുതിയ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഓഫീസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ലാൻഡ് വേണം, സ്ഥലം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രീസിനെ കട്ട് ഡൗൺ ചെയ്ത് ആ ഒരു സ്ഥലത്ത് ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിന് ഡിഫോറസ്റ്റേഷൻ്റെ ഒരു കോസ് തന്നെയാണ്. പിന്നെ പറയുന്നത് അക്വയറിംഗ് ലാൻഡ് ഫോർ കൺസ്ട്രക്ടിങ് ഡാംസ് ആൻഡ് ഇറിഗേഷൻ കനാൽസ്, മൈനിങ് ആൻഡ് ക്വാറിയിങ് ഫോർ മിനറൽസ്, ഓയിൽ എക്സ്പ്ലോറേഷൻ, എക്സെട്ര. പ്രൊമോഷൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ അഗ്രികൾച്ചർ ഐറ്റംസ് ലൈക്ക് ഫ്രൂട്ട് ട്രീസ്, പാം ട്രീസ്, റബ്ബർ പ്ലാന്റ്സ്, എക്സെട്ര. അപ്പം ഡാംസും അതുപോലെ തന്നെ ഇറിഗേഷൻ കനാൽസിൻ്റെയൊക്കെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ലാൻഡ് അക്വയർ ചെയ്യാനും നമ്മൾ ഡീഫോറസ്റ്റേഷൻ നടത്തുന്നു. അതേപോലെ മൈനിങ്ങും കോറി വർക്കും, അതായത് മിനറൽസും ഓയിലും ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൈനിങ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡീഫോറസ്റ്റേഷൻ നടത്തുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ അഗ്രികൾച്ചർ പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഫ്രൂട്ട് ഐറ്റം മാത്രം കൾട്ടിവേറ്റ് ചെയ്യും. ഇപ്പം ക്ലൈമറ്റിക് കണ്ടീഷൻസ് വെച്ചിട്ട് ഇപ്പോൾ തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ ആപ്പിളും ഓറഞ്ചും ഒക്കെ ആയിരിക്കും കൾട്ടിവേറ്റ്. അപ്പോൾ അവിടെ അത് മാത്രമായിരിക്കും. അപ്പം മറ്റുള്ള ട്രീസിനെ എല്ലാം കട്ട് ഡൗൺ ചെയ്തിട്ടായിരിക്കും അവിടെ ആ പ്ലാന്റേഷൻ നടത്തുന്നത്. പിന്നെ നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിൽ റബ്ബർ കൾട്ടിവേഷൻ വളരെ വലുതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ കൂടുതലും മറ്റുള്ള ട്രീസിനെ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാന്റേഷൻസിനെയൊക്കെ മാറ്റിയിട്ട് കൂടുതൽ ആൾക്കാരും കൾട്ടിവേറ്റ് ചെയ്യുന്നത് റബ്ബർ പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ പ്ലാന്റിൻ്റെ കൾട്ടിവേഷൻ അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടിയിട്ട്, അഗ്രികൾച്ചർ ഐറ്റത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫോറസ്റ്റേഷൻ നടത്തുന്നു. As a government-sponsored program, resettlement of landless farmers on forest sites, overgrazing by animals, trampling of the forest soil in the course of overgrazing by livestock has far-reaching effects as loss of porosity of soil and soil erosion.
അപ്പോൾ പിന്നെ പറയുന്നത് ഗവൺമെൻറ് സ്പോൺസേർഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതായത് ലാൻഡ്ലെസ് ആയിട്ടുള്ള ഫാമേഴ്സിനോ അങ്ങനെയുള്ളവർക്കെല്ലാം ലാൻഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഏരിയയിൽ തന്നെ അവർക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് അവിടെ റീസെറ്റിൽമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് അവരെ ഗവൺമെൻറ് തന്നെ സ്പോൺസേർഡ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഡീഫോറസ്റ്റേഷൻ നടത്താറുണ്ട്. പിന്നെ ഡീഫോറസ്റ്റേഷൻ്റെ ഒരു കോസ് എന്ന് പറയുന്നത് ഓവർ ഗ്രേസിങ് ബൈ ആനിമൽസ് ആണ്. അതായത് ആനിമൽസ് ഓവർ ഗ്രേസ് ചെയ്യുന്നത് വഴിയും ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രക്ഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അതുവഴി സോയിൽ ഇറോഷനും, അതായത് ഇപ്പോൾ ഓവർ ഗ്രേസിങ് നടക്കുന്നത് വഴി തന്നെ ഫോറസ്റ്റ് സോയിലിൽ ട്രാംപ്ലിംഗ് ഉണ്ടാവും. അതുവഴി സോയിൽ ലോസും അല്ലെങ്കിൽ ആ ഒരു സോയിലിൻ്റെ ആ ഒരു ഗുണഗണങ്ങൾ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ സോയിൽ ഇറോഷൻസ് ഒക്കെ നടക്കാനും സാധ്യതയുണ്ട്. അതും ഈ ഡീഫോറസ്റ്റേഷൻ്റെ ഒരു കോസ് തന്നെയാണ്. അപ്പം ഇപ്പോൾ സോയിലിന് അതിൻ്റെ ഒരു ഗുണഗണങ്ങളില്ല, അല്ലെങ്കിൽ സോയിൽ ഇറോഷനൊക്കെ നടക്കുമ്പോൾ തന്നെ ഒരുപാട് ട്രീസ് ഈ നശിച്ചു പോവാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം ഓവർ ഗ്രേസിങ് ബൈ അനിമൽസും ഒരു ഡീഫോറസ്റ്റേഷൻ്റെ ഒരു കോസ് തന്നെയാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് എഫക്ട്സ് ഓഫ് ഡീഫോറസ്റ്റേഷൻ ആണ്. എഫക്ട്സ് ഓഫ് ഡീഫോറസ്റ്റേഷനിൽ മെയിനായിട്ട് പറയുന്നത് സോയിൽ ഇറോഷൻ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സോയിൽ ഇറോഷൻ എന്ന്. പിന്നെ പറയുന്നത് എക്സ്പാൻഷൻസ് ഓഫ് ഡെസേർട്ട്സ്. അതായത് ഇപ്പം വളരെ ഗുണഗണങ്ങളുള്ള ലാൻഡിലെ ട്രീസ് എല്ലാം കട്ട് ഡൗൺ ചെയ്ത് അതെല്ലാം നമ്മുടെ വേറെ ഹ്യൂമൻ നീഡ്സിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് വഴി ആ ഒരു പർട്ടിക്കുലർ ട്രീസ് ഉണ്ടായിരുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയ ഒന്നിനും ഉപയോഗിക്കാതെ ഡെസേർട്ടഡ് ഏരിയ ആയിട്ട് മാറും. അപ്പം എക്സ്പാൻഷൻ ഓഫ് ഡെസേർട്ടഡ് ഏരിയ കൂടുക, അതായത് ട്രീസോ അല്ലെങ്കിൽ മറ്റ് കൾട്ടിവേഷനോ ഒന്നും നടക്കാത്ത ഏരിയയുടെ ഒരു അളവ് ആ ഒരു ലാൻഡിൻ്റെ ഏരിയ കൂടും, എക്സ്പാൻഡ് ചെയ്യും. അതും ഡീഫോറസ്റ്റേഷൻ ഒരു ഇഫക്റ്റാണ്. പിന്നെ ഉള്ളത് ഡിക്രീസ് ഇൻ റെയിൻഫോൾ. ഒബ്വിയസ്ലി നമുക്കറിയാം ഈ റെയിൻഫോളിൻ്റെയും ക്ലൈമറ്റിൻ്റെയൊക്കെ കൺട്രോളിങ്ങിനും റെഗുലേഷൻസിനും ട്രീസിൻ്റെ ഒരു റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഡീഫോറസ്റ്റേഷൻ ഓവറായിട്ട് നടത്തുന്നത് വഴി റെയിൻഫോളിൻ്റെ അളവ് കുറയും. പിന്നെ ലോസ് ഓഫ് ഫെർട്ടൈൽ ലാൻഡ്. ട്രീസാണ് സോയിലിനെ ഫെർട്ടൈൽ ആക്കുന്നത്. എത്രത്തോളം ട്രീസിനെ നമുക്ക് പ്ലാന്റ് ചെയ്യാമോ അത്രത്തോളം നമ്മൾ സോയിൽ ഫെർട്ടൈലാവും. അപ്പം ട്രീസിനെ നമ്മൾ കട്ട് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ നടത്തുന്ന വഴി ഫെർട്ടൈൽ ലാൻഡ് ലോസ് ആവുകയാണ് ചെയ്യുന്നത്. റിഡക്ഷൻ ഇൻ ഓക്സിജൻ. പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രീസിനെ കട്ട് ഡൗൺ ചെയ്യുന്നത് വഴി ഓക്സിജൻ്റെ അളവ് കുറയും. അടുത്ത പോയിന്റ് പറയുന്നത് റൈസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാം ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ എന്തായാലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. ഇഫക്റ്റ് ഓൺ ക്ലൈമറ്റ്. നമ്മൾ നേരത്തെ റെയിൻഫോളിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ക്ലൈമറ്റിലും ഡീഫോറസ്റ്റേഷൻ വഴി ക്ലൈമറ്റിലും ഇഫക്ട്സ് ഉണ്ടാകും. ക്ലൈമറ്റിക് വേരിയേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പിന്നെ ലോസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ. നമ്മുടെ ആ ഒരു ഫ്ലോറ ആൻഡ് ഫോണ പ്ലാന്റ് സ്പീഷീസ് അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ഡൈവേഴ്സിറ്റിയും ആനിമൽ സ്പീഷീസിൻ്റെ ഡൈവേഴ്സിറ്റിയിലും ഒക്കെ ലോസസ് ഉണ്ടാകും. അടുത്ത നമ്മൾ പറയുന്നത് വാട്ടർ റിസോഴ്സസിനെയാണ് കുറിച്ചിട്ടാണ്. വാട്ടർ ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് ഫോർ ദ ലൈഫ് ഓഫ് ഓൾ ഓർഗാനിസം. വാട്ടർ ഈസ് ഓൾസോ എസെൻഷ്യൽ ഫോർ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ഡ്രിങ്കിങ് ആൻഡ് മെനി അതർ പർപ്പസസ്. വാട്ടർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ റീച്ചസ് ദ എർത്ത് സർഫേസ് ത്രൂ precipitation and from the earth surface it reaches the atmosphere through evaporation and transpiration. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ടർ എന്ന് പറയുന്നത് എല്ലാ ഓർഗാനിസത്തിൻ്റെയും ലൈഫിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സാണ്. വാട്ടർ നമ്മൾ അഗ്രികൾച്ചറിനും ഇൻഡസ്ട്രിയൽ പർപ്പസസിനും ഡ്രിങ്കിങ് പർപ്പസസിനും അതുപോലെ തന്നെ മെനി അതർ പർപ്പസസിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് അല്ലെങ്കിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സാണ് വാട്ടർ. പിന്നെ അറ്റ്മോസ്ഫിയറിൻ്റെ വാട്ടർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ റീച്ചസ് ദ എർത്ത് സർഫേസ്. അറ്റ്മോസ്ഫിയറിൽ നിന്നും എർത്തിൻ്റെ സർഫേസിലേക്ക് വാട്ടർ എത്തുന്നത് പ്രസിപ്പിറ്റേഷൻ എന്ന പ്രോസസ്സിലൂടെയാണ്. അതുപോലെ തന്നെ എർത്തിൻ്റെ സർഫേസിൽ നിന്നും വാട്ടർ അറ്റ്മോസ്ഫിയറിക് സർഫേസിലേക്ക് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നത് ഇവാപ്രേഷൻ ആൻഡ് ട്രാൻസ്പിറേഷൻ എന്ന പ്രോസസ്സുകളിലൂടെയുമാണ്. ദിസ് സൈക്ലിംഗ് ഓഫ് വാട്ടർ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ നേച്ചർ. അപ്പം ഈ ഒരു അതായത് പ്രസിപ്പിറ്റേഷനിലൂടെ അറ്റ്മോസ്ഫിയറിൽ നിന്നും എർത്തിലെത്തുന്നു, ഇവാപ്രേഷൻ ആൻഡ് ട്രാൻസ്പിറേഷനിലൂടെ എർത്തിൽ നിന്നും അറ്റ്മോസ്ഫിയറിലെത്തുന്നു. അപ്പോൾ ഈ ഒരു സൈക്കിൾ ഇതിങ്ങനെ ഒരു പ്രോസസ്സ് പോലെ ഇങ്ങനെ തുടരെ സൈമിൾട്ടേനിയസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നേച്ചറാണ്. വാട്ടർ ഒക്കേഴ്സ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് ഫോം. നമുക്കറിയാം വാട്ടർ സോളിഡ് ഫോമിൽ അതായത് ഐസായിട്ട് കാണപ്പെടുന്നുണ്ട്, അതായത് ലിക്വിഡ് ഫോമിൽ വാട്ടറായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട്, ഗേഷ്യസ് ഫോം ഇവാപ്രേഷനായിട്ട് ഇവാപ്രേഷനിലൂടെ വാട്ടർ വേപ്പേഴ്സായിട്ടും കാണപ്പെടുന്നുണ്ട്.
ഇറ്റ് ഈസ് എ മോസ്റ്റ് അബണ്ടൻറ്റ് സബ്സ്റ്റൻസ് ഓൺ അവർ എർത്ത്. നമുക്കറിയാം എർത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വാട്ടറാണ്. അതിനകത്ത് നമുക്കിപ്പോൾ ഹ്യൂമൻ ലൈഫിന് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ നീഡ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള വാട്ടറിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവാണെങ്കിൽ പോലും എർത്തിൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ട് കാണുന്ന റിസോഴ്സസ് വാട്ടർ റിസോഴ്സസ് തന്നെയാണ്. എബൌട്ട് 3/4 ഓഫ് ദ എർത്ത് സർഫേസ് ഈസ് ഒക്കുപ്പൈഡ് ബൈ ഓഷൻ. Of the rest, 2.5% is fresh water. Of this, only a small portion of fresh water is available for human use. അത് നമ്മൾ പറഞ്ഞ പോലെ എർത്തിൻ്റെ സർഫേസിലെ 3/4 അതായത് 3/4 ഓഷൻ തന്നെയാണ്, അതായത് വാട്ടർ റിസോഴ്സ് തന്നെയാണ്. അതിൽ തന്നെ 2.5% ആണ് 4/3 ഏരിയ അല്ലെങ്കിൽ 4/3 എന്നുള്ളൊരു പ്രൊപ്പോർഷനിൽ ഓഷൻ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ഒരു 2.5% മാത്രമേ ഫ്രഷ് വാട്ടർ ആയിട്ടുള്ളൂ. ആ 2.5%ൻ്റെ തന്നെ ഒരു സ്മോൾ പോർഷൻ മാത്രമേ ഹ്യൂമൻ യൂസിന് അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ആയിട്ടുള്ളൂ. ഇനി മാനേജ്മെൻറ്റ് ഓഫ് വാട്ടർ റിസോഴ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. എ നമ്പർ ഓഫ് മെഷേഴ്സ് നീഡ് ടു ബി ടേക്കൺ ഫോർ ദ ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് ദി വേൾഡ്സ് വാട്ടർ റിസോഴ്സസ്. These include measures such as building several small reservoirs instead of few mega projects. അതായത് വലിയ വലിയ മെഗാ പ്രോജക്ട്സ്, വളരെ കുറച്ച് മെഗാ പ്രോജക്ട്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയും കാട്ടിയും കുഞ്ഞു സ്മോൾ റിസർവോയേഴ്സ് ബിൽഡ് ചെയ്യുന്നതിലൂടെ വാട്ടർ റിസോഴ്സിനെ നമുക്ക് കൂടുതൽ കൺസർവ് ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റും. ഡെവലപ്പിംഗ് സ്മോൾ കാച്ച്മെൻറ്റ് ഡാംസ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ്. അതായത് വലിയ ഡാം പ്രോജക്ട്സിനെയും കാട്ടിയും കുഞ്ഞു കാച്ച്മെൻറ്റ് ഏരിയയിലെ ഡാംസ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ വെറ്റ്ലാൻഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യണം. Soil management, micro catchment development and afforestation permits recharging of underground aquifers, thus reducing the need for large dams. അതായത് ഇപ്പോൾ സോയിൽ മാനേജ്മെൻറ്റ് നടത്തുന്നതിലൂടെയും മൈക്രോ കാച്ച്മെൻറ്റ് ഡെവലപ്പ്, അതായത് നമ്മൾ ഈ ഡാംസിൻ്റെ റിസർവോയേഴ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെയൊക്കെ, അതുപോലെ തന്നെ അഫോറസ്റ്റേഷൻ, കൂടുതൽ ട്രീസിനെ പ്ലാന്റ് ചെയ്യുന്നതിലൂടെയൊക്കെ നമ്മൾ അണ്ടർഗ്രൗണ്ട് അക്വിഫയേഴ്സിനെ, അതായത് അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സസിനെ റീചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഈ ലാർജ് ഡാംസിനെ ബിൽഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ നീഡ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും വാട്ടർ റിസോഴ്സിൻ്റെ ഒരു മാനേജ്മെൻറ്റാണ്. ട്രീറ്റിംഗ് ആൻഡ് റീസൈക്ലിംഗ് മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ ഫോർ അഗ്രികൾച്ചർ യൂസ്. അതായത് ഇപ്പോൾ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ വളരെ അബണ്ടൻ്റ് ആയിട്ടുണ്ട്. ആ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്ത് റീസൈക്കിൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഹ്യൂമൻ നീഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്കതിനെ അഗ്രികൾച്ചർ യൂസിന് വേണ്ടിയിട്ട്, ഇപ്പോൾ വാട്ടറിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതും ഒരു മാനേജ്മെൻറ്റ് ഓഫ് വാട്ടർ റിസോഴ്സ് തന്നെയാണ്. പ്രിവെൻറ്റിംഗ് ലീക്കേജസ് ഫ്രം ഡാംസ് ആൻഡ് കനാൽസ്. കനാൽസിൽ നിന്നും ഡാംസിൽ നിന്നുമൊക്കെ ഉള്ള ലീക്കേജസ് തടയുക, അതിനെ പ്രിവെൻറ്റ് ചെയ്യുക. അതും നമുക്ക് വാട്ടർ റിസോഴ്സ് മാനേജ് ചെയ്യാനും പ്രിസർവ് ചെയ്യാനും ഉള്ളൊരു വഴിയാണ്. പ്രിവെൻറ്റിംഗ് ലോസ് ഇൻ മുനിസിപ്പൽ പൈപ്സ്. മുനിസിപ്പൽ പൈപ്പ്സൊക്കെ ഇപ്പോൾ പബ്ലിക് വാട്ടർ സോഴ്സസ് ആണ് മുനിസിപ്പൽ പൈപ്പ്സൊക്കെ, അതിൽ നിന്നുള്ള വാട്ടർ ലോസിങ് അല്ലെങ്കിൽ വേസ്റ്റേജ് പ്രിവെൻറ്റ് ചെയ്യുക. പിന്നെ ഇഫക്റ്റീവ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇൻ അർബൻ എൻവയോൺമെൻറ്റ്സ്, വാട്ടർ കൺസർവേഷൻ മെഷേഴ്സ് ഇൻ അഗ്രികൾച്ചർ സച്ച് ആസ് യൂസിങ് ഡ്രിപ്പ് ഇറിഗേഷൻ. അപ്പം ഇഫക്റ്റീവായിട്ട് അർബൻ എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ അർബൻ പോപ്പുലേഷനിൽ തന്നെ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇഫക്റ്റീവ് ആക്കുക. അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ നമ്മൾ വാട്ടർ കൺസർവേഷൻ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യുക, അതായത് ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ള മെഷേഴ്സൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന വഴി നമുക്ക് വാട്ടർ റിസോഴ്സസിനെ മാനേജ് ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ നോക്കുന്നത് മിനറൽ റിസോഴ്സസിനെ കുറിച്ചിട്ടാണ്. മിനറൽ റിസോഴ്സസ് ആർ ബ്രോഡ്ലി ഡിഫൈൻഡ് ആസ് എലമെൻറ്റ്സ്, കെമിക്കൽ കോമ്പൗണ്ട്സ്, മിനറൽസ്, കോർ, റോക്ക് concentrated in a form that can be extracted to obtain a sustainable commodity. അപ്പോൾ റോക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോമിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എലമെൻസിനെ അല്ലെങ്കിൽ കെമിക്കൽ കോമ്പൗണ്ട്സിനെ, മിനറൽസിനെ, കോറിനെ, റോക്കിനെ എല്ലാം എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുക. അതായത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കമ്മോഡിറ്റിയെ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും സബ്സ്റ്റൻസിനെ എല്ലാ കോൺസെൻട്രേറ്റഡ് ഇൻ എ ഫോം, ഏതെങ്കിലും ഒരു ഫോമിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന സബ്സ്റ്റൻസിനെല്ലാം എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്നതിനെയാണ്, അതിൽ നിന്ന് കിട്ടുന്നതിനെയാണ്, ആ ഒരു റിസോഴ്സസിനെയാണ് നമ്മൾ മിനറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇനി ഇഫക്ട്സ് ഓഫ് മിനറൽ എക്സ്ട്രാക്ഷൻ ആൻഡ് യൂസസ് ഓൺ എൻവയോൺമെൻ്റ് ആണ്. ഇഫക്ട്സ് ഓഫ് മിനറൽ എക്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പം ഒബ്വിയസ്ലി ഇപ്പം എക്സ്ട്രാക്ഷൻ നമ്മുടെ എയറിൽ എഫക്ട്സ് ഉണ്ടാക്കാം. അതായത് ഇപ്പം ഈ
കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെയൊക്കെ എക്സ്ട്രാക്ഷനിലൂടെ ആ ഒരു സബ്സ്റ്റൻസസ് ഒക്കെ എയറിലേക്ക് പോകുന്നത് വഴി എയർ പൊല്യൂഷനും കാര്യങ്ങളും അങ്ങനെ എയർ ഒരു ഡിസ്ട്രക്ഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എയറിൽ അതിൻ്റെ എഫക്ട്സ് ഉണ്ടാവും. അതേപോലെ തന്നെ എഫക്ട്സ് ഓൺ വാട്ടർ, ഈ എക്സ്ട്രാക്ഷൻ്റെ എല്ലാം അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിങ്ങിൻ്റെയും മൈനിങ്ങിൻ്റെയൊക്കെ ഒരു സബ്സ്റ്റൻസസും വേസ്റ്റ് സബ്സ്റ്റൻസസും ഗാർബേജസൊക്കെ വാട്ടർ റിസോഴ്സസിലേക്കായിരിക്കും അവർ ഡംപ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി വാട്ടർ പൊല്യൂഷനും ഉണ്ടാവും. അപ്പോൾ വാട്ടറിനെ അത് അഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടറിനെയും അത് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇഫക്ട്സ് ഓൺ സോയിൽ, ഇതെല്ലാം ഈ എക്സ്ട്രാക്ട് ചെയ്യുന്നതിലൂടെയും മൈനിങ് ചെയ്യുന്നതിലൂടെയൊക്കെ സോയിൽ ഡിസ്ട്രക്ഷനും ചാൻസ് ഉണ്ട്. പിന്നെ ഇഫക്ട്സ് ഓൺ വെജിറ്റേഷൻ ആൻഡ് ഫോറസ്റ്റ്, ചിലപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ഫോറസ്റ്റിനെയും വെജിറ്റേഷനെയൊക്കെ കട്ട് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ അതിനെയൊക്കെ ക്ലിയർ ചെയ്തിട്ടായിരിക്കും അവിടെ മൈനിങ് ആൻഡ് എക്സ്ട്രാക്ഷൻ നടക്കുന്നത്. അപ്പോൾ വെജിറ്റേഷൻ ആൻഡ് ഫോറസ്റ്റിനെ അത് ഇഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ബയോളജിക്കൽ സ്പീഷീസ്, അപ്പോൾ ഇപ്പം ഈ ഫോറസ്റ്റിനെയൊക്കെ ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ഏരിയയൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് മൈനിങ് നടത്തുന്നതെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ബയോളജിക്കൽ സ്പീഷീസും കാണും. ഇപ്പോൾ ബയോളജിക്കൽ സ്പീഷീസ് എന്ന് പറയുമ്പം ഇപ്പം അത് ഇപ്പോൾ അനിമൽസ് തന്നെ ആവണമെന്നില്ല, എല്ലാ സ്പീഷീസും ബയോളജിക്കൽ സ്പീഷീസ് തന്നെയാണ്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി ആ ബയോളജിക്കൽ സ്പീഷീസിലും ഇതേപോലെ ഇഫക്ട്സ്. അതേപോലെ തന്നെ ഈ മൈനിങ്ങിൻ്റെ എക്സ്ട്രാക്ഷൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് കാരണവും എന്തെങ്കിലും ഇഫക്ട്സ് ഈ ബയോളജിക്കൽ സ്പീഷീസിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ മിസലേനിയസ് ആയിട്ടുള്ള ഇഫക്ട്സ്, ഇതുവഴി ഉണ്ടാകുന്ന മറ്റ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇഫക്ട്സിനെയും കൂടെ ചേർത്തിട്ടാണ് ഈ മിസലേനിയസ് ഇഫക്ട്സ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് വേൾഡ് ഫുഡ് പ്രോബ്ലമാണ്. വേൾഡ് ഫുഡ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡ് റിസോഴ്സസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പം ഫുഡ് റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും മെയിൻ എസെൻഷ്യൽ മെറ്റീരിയലാണ്. നമ്മുടെ ഇപ്പം ബോഡി നീഡ്സ്, അതായത് നമ്മൾ എല്ലാ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ എല്ലാ വെൽബീയിങ്സിനും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഘടകമാണ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇപ്പം ഫുഡ് ഏതൊക്കെ സോഴ്സസിൽ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് ക്രോപ്സിൽ നിന്ന്, അതായത് കൾട്ടിവേറ്റഡ് പ്ലാന്റ്സിൽ നിന്ന് കിട്ടും. അക്വാ കൾച്ചറിൽ നിന്ന്, അതായത് വാട്ടർ റിസോഴ്സസിൽ നിന്ന് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ലൈഫ് സ്റ്റോക്കിൽ നിന്ന്, അതായത് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിൽ നിന്ന് നമുക്ക് ഫുഡ് റിസോഴ്സസ് എല്ലാം കിട്ടും. അപ്പോൾ അതാണ് ഫുഡ് റിസോഴ്സസിനെ കുറിച്ച് പറയാം. അതിൽ തന്നെ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഹെഡാണ് വേൾഡ് ഫുഡ് പ്രോബ്ലം. വേൾഡ് ഫുഡ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ അവിടെ മെയിനായിട്ട് 2 പ്രോബ്ലമാണ് വരുന്നത്, അണ്ടർ നൗറിഷ്മെൻറ്റും മാൽ നൗറിഷ്മെൻറ്റും. അണ്ടർ നൗറിഷ്മെൻ്റ് എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് കലോറീസ് ആണ് വരുന്നത്. അതായത് നമുക്ക് അണ്ടർ നൗറിഷ്മെൻ്റ് ആണ്, നമുക്ക് എത്രത്തോളം കാലറീസ് ആണ് നമ്മുടെ അവൈലബിൾ ഫുഡിൽ എത്രത്തോളം കാലറീസ് ആണോ വേണ്ടുന്നത് അത്രത്തോളം നമുക്ക് കിട്ടുന്നില്ല. അതിനകത്ത് ഒരു അണ്ടർ നൗറിഷ്മെൻറ്റ് മീൻസ് അതിനകത്തൊരു റെഡ്യൂസിങ് എമൗണ്ട് ആണ് ഉണ്ടാവുന്നത്. നമുക്ക് വേണ്ടത്ര കാലറീസ് നമ്മുടെ അവൈലബിൾ ഫുഡിൽ കിട്ടുന്നത്. ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് കാലറീസ് ഇൻ അവൈലബിൾ ഫുഡ്. അപ്പം അതുവഴി ഇപ്പം നമ്മുടെ കറക്റ്റായിട്ടുള്ള കാലറീസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നീഡ്സൊക്കെ നടത്താനുള്ള, നമ്മുടെ മൂവ് ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റി, അതായത് ഒരു എനർജി കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ നമ്മൾ ആ ഒരു സഫിഷ്യൻറ്റ് കാലറീസ് ലാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനോ നമ്മുടെ നീഡ്സ് ഒന്നും നടത്താനുള്ള ഒരു എബിലിറ്റി ഉണ്ടാകത്തില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ അണ്ടർ നൗറിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അവൈലബിൾ ഫുഡിൽ വേണ്ടുന്ന സഫിഷ്യൻറ്റ് കാലറീസിനെ ലാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ അണ്ടർ നൗറിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് മാൽ നൗറിഷ്മെൻ്റ് ആണ്. മാൽ നൗറിഷ്മെൻറ്റ് ഈസ് എ ലാക്ക് ഓഫ് ഹെൽത്ത് ഇൻഗ്രീഡിയൻസ് സച്ച് എസ് പ്രോട്ടീൻസ്, വിറ്റാമിൻസ് ഓർ എസെൻഷ്യൽ കെമിക്കൽ എലമെൻറ്റ്സ് ഇൻ ഡയറ്റ്. അപ്പം നമ്മൾ കഴിക്കുന്ന ഡയറ്റ് നമ്മൾ എന്തെങ്കിലും വെറുതെ കഴിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കഴിക്കുന്നതിനകത്ത് നമുക്ക് പ്രോട്ടീൻസ് ഉണ്ടായിരിക്കണം, വിറ്റാമിൻസ് ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും എല്ലാ എസെൻഷ്യൽ ഹെൽത്ത് ഇൻഗ്രീഡിയൻസും ഉണ്ടായിരിക്കണം നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കുക, അതായത് ലാക്ക് ഓഫ് ഹെൽത്ത് ഇൻഗ്രീഡിയൻസ്, ഈ ഹെൽത്ത് ഇൻഗ്രീഡിയൻസിനെ എല്ലാം ലാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാൽ നൗറിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ മാൽ നൗറിഷ്മെൻറ്റ് എന്തൊക്കെ പ്രോബ്ലംസാണ് നമുക്ക് അനീമിയ, ഗോയിറ്റർ ആൻഡ് ഹൈപ്പോതൈറോയിഡിസം, അതുപോലെ തന്നെ വിറ്റാമിൻ ഡെഫിഷ്യൻസീസ്, ഇതെല്ലാം നമുക്ക് മാൽ നൗറിഷ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ്. അതുപോലെ തന്നെ ഇതുമായിട്ട് വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് 2 ടേമാണ് ഓവർ ന്യൂട്രീഷൻ. ഓവർ ന്യൂട്രീഷൻ, ഇപ്പം നമുക്ക് ന്യൂട്രീഷൻ വേണം അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഗ്രീഡിയൻസ് വേണം, കറക്റ്റാണ്. പക്ഷേ എന്ന് വെച്ച്
എന്ത് ഓവർ ആയാലും ഒരിക്കലും നല്ലതല്ല. അപ്പം ഓവർ ന്യൂട്രീഷൻ മീൻസ് നമ്മുടെ ഡയറ്ററി ഇൻടേക്കിൽ കാലറീസ് ടൂ മച്ച്, വളരെ, അതായത് നമുക്ക് എത്രയാണോ സഫിഷ്യൻ്റായിട്ട് വേണ്ടുന്നത് അതിലും കൂടുതലായിട്ടുള്ള ഇൻടേക്ക് നമ്മുടെ ഡയറ്ററി ഇൻടേക്കിൽ കാലറീസ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേറ്റിനെയാണ് ഓവർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നൊരു ടേമാണ് ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ എ ഡയറ്റ് ഇൻ വിച്ച് വേരിയസ് ഫുഡ് സ്റ്റഫ്സ് ആർ മിക്സ്ഡ് ഇൻ സ്യൂട്ടബിൾ പ്രൊപ്പോർഷൻ ഈസ് കോൾഡ് ബാലൻസ്ഡ് ഡയറ്റ്. അത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇൻഗ്രീഡിയൻസ് വേണം. അപ്പം ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡയറ്റ് അതിൽ വേരിയസ് ഫുഡ് സ്റ്റഫ്സ് കാണും. ചിലപ്പോൾ പ്രോട്ടീൻസ് കാണും, വിറ്റാമിൻസ് കാണും, മിനറൽസ് കാണും, അതുപോലെ നമുക്ക് വേണ്ടുന്ന എല്ലാ കെമിക്കൽ കോമ്പൗണ്ട്സും കെമിക്കൽ എലമെൻസും എല്ലാം കാണും. അതിൻ്റെ എല്ലാം മിക്സ്, ഒരു മിക്സ്ചർ, അതായത് സ്യൂട്ടബിൾ പ്രൊപ്പോർഷനിലായിരിക്കും. സ്യൂട്ടബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓവർ ന്യൂട്രീഷൻ ആയിപ്പോവും, അല്ലെങ്കിൽ അണ്ടർ ന്യൂട്രീഷനും ആവും. അതിനെ ആ ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ഡയറ്റിൽ ഇൻടേക്കിൽ ഉൾപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ചേഞ്ചസ് കോസ്ഡ് ബൈ അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചറും കൊണ്ട് എന്തെല്ലാം ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്? ഗ്ലോബൽ ചേഞ്ചസ് ഉണ്ടാവാം, റീജിയണൽ ചേഞ്ചസ് ഉണ്ടാവാം, ലോക്കൽ ചേഞ്ചസ് ഉണ്ടാവാം. ഗ്ലോബൽ ചേഞ്ചസ് എന്ന് പറയുമ്പം നമുക്ക് ഈ ചേഞ്ച് ഇൻ ക്ലൈമറ്റ്, ഇപ്പോൾ ഗ്ലോബലി ഓൾ ടുഗദർ നമുക്ക് എന്ത് ചേഞ്ച് ഉണ്ടാവും? അപ്പോൾ ക്ലൈമറ്റിക് ചേഞ്ച് ഒരു ഗ്ലോബൽ ചേഞ്ചാണ്. നമ്മുടെ അഗ്രികൾച്ചർ കാരണം ഉണ്ടാകുന്ന ചേഞ്ചസിൽ ഒരെണ്ണമാണ് ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ്. അതൊരു ഗ്ലോബൽ ചേഞ്ചാണ്. അതുപോലെ തന്നെ ചേഞ്ചസ് ഇൻ കെമിക്കൽ സൈക്കിൾ സച്ചസ് O2 സൈക്കിൾ, CO2 സൈക്കിൾ, അതായത് ഓക്സിജൻ സൈക്കിൾ, കാർബൺ ഡൈ ഓക്സൈഡ് സൈക്കിൾ, ഇതിലൊക്കെ നമ്മുടെ കെമിക്കൽ സൈക്കിൾസിൽ ഉണ്ടാകുന്ന ചേഞ്ചസും ഒരു ഗ്ലോബൽ ചേഞ്ചാണ്. പിന്നെ നമ്മൾ അടുത്ത റീജിയണൽ ചേഞ്ചസ് എന്താണെന്ന് നോക്കുകയാണ്. ഒരു ഓവർ എ പർട്ടിക്കുലർ ഏരിയ, ഒരു ലാർജ് ഏരിയ, അതായത് ലോക്കൽ സറൗണ്ടിങ്സിനും പുറമെ ഒരു ലാർജ്, എന്നാൽ ഗ്ലോബൽ ആണോ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ആണെന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ ലോക്കൽ ആണോ എന്ന് വെച്ചാൽ ലോക്കൽ. അതല്ല, ഒരു പർട്ടിക്കുലർ ഏരിയ, ഒരു ലാർജ് ഒരു ഏരിയ, ഡിഫൈൻഡ് ബൗണ്ടറി ഉള്ളൊരു ലാർജ് ഏരിയയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ പൊല്യൂഷൻ ലാർജ് സ്കെയിലായിരിക്കും. ഇപ്പം നമുക്കറിയാം ഡൽഹിയുടെ കാര്യം തന്നെ നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പം അവിടുത്തെ വെഹിക്കിൾസിൻ്റെ എല്ലാം അബണ്ടൻ്റ് ആയിട്ടുള്ള യൂസേജ് കാരണം അവിടുത്തെ എയർ പൊല്യൂഷൻ്റെയൊക്കെ അളവ് വളരെ കൂടുതലാണ്. അപ്പം അത് ആ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ പ്രശ്നമാണ്, പർട്ടിക്കുലർ ഏരിയയിലുണ്ടായ ചേഞ്ചാണ്. അപ്പോൾ അതേപോലെ തന്നെ അഗ്രികൾച്ചർ ആക്ടിവിറ്റി കാരണം ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ലാർജ് ഏരിയയിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ റീജിയണൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അത് ഇതുപോലെ പൊല്യൂഷൻ ആവാം, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ഡീഫോറസ്റ്റേഷൻ ആവാം, അല്ലെങ്കിൽ ഓൾട്രേഷൻസ് ഇൻ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽസ് ആവാം, അങ്ങനെ, അല്ലെങ്കിൽ ഡെസർട്ടിഫിക്കേഷൻസ്, അതായത് ലാൻഡ് കൺവേർട്ടിങ് ഇൻറ്റു ഡെസേർട്ട്, വളരെ ഫെർട്ടൈലായിരുന്ന അല്ലെങ്കിൽ കൾട്ടിവേറ്റഡ് ആയിരുന്ന ലാൻഡ്സിനെ ഡെസേർട്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അതാണ് ഡെസർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം റീജിയണലായിട്ട് വരുന്ന ചേഞ്ചസ് ആണ്. ഇനി ലോക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ലോക്കലി, അതായത് ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് അറ്റ് ദ സൈറ്റ് ഓഫ് ഫാമിംഗ് ഓർ ഇൻ ഇറ്റ്സ് വിസിനിറ്റി ആർ കോൾഡ് ലോക്കൽ. അതായത് ആ ഒരു കറക്റ്റ് ഫാമിംഗ് നടത്തുന്ന ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധ തൊട്ടടുത്തായിട്ടുള്ള പ്രദേശങ്ങളിലുണ്ടാകുന്ന ചേഞ്ചസ്, അതിനെയാണ് ലോക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അതിപ്പം ഇറോഷൻ ഓഫ് സോയിൽ, അവിടെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഫാം ചെയ്യുന്നത് വഴി സോയിൽ ഇറോഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ സെഡിമെൻറ്റേഷൻ, അതായത് ടുവേർഡ്സ് ഡൗൺ സ്ട്രീം സൈഡ് ഓഫ് ഒരു റിവർ സൈഡിലേക്ക് എന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് സെഡിമെൻറ്റേഷൻ, അതൊരു ലോക്കൽ ചേഞ്ചാണ്. ഫെർട്ടിലൈസർ മിക്സ്ഡ് സെഡിമെൻറ്റ്സ് പൊല്യൂട്ട്സ് നിയർ ബൈ, അതായത് ഇപ്പോൾ നമ്മൾ ഫാമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കും, അതെല്ലാം സെഡിമെൻറ്റ്സ് ആയിട്ട് ഈ വാട്ടർ ബോഡീസിൽ കലർന്ന് അങ്ങനൊരു പൊല്യൂഷൻ സാധ്യത, സെഡിമെൻറ്റ്സ് വാട്ടർ പൊല്യൂഷനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഫിഷറീസ് ആർ ഡിസ്ട്രോയ്ഡ് ഡ്യൂ ടു പൊല്യൂട്ടഡ് ടോക്സിക് സെഡിമെൻറ്റ്സ്, അതായത് ഇതുപോലെ തന്നെ ഈ വാട്ടർ റിസോഴ്സസ് എല്ലാം പൊല്യൂട്ടഡ് ആവുന്നത്, അതായത് സെഡിമെൻറ്റ് പൊല്യൂട്ടൻസ് ഉപയോഗിച്ച് പൊല്യൂട്ടഡ് ആവുന്നത് കൊണ്ട് തന്നെ ഫിഷറീസിനെ അത് ഡിസ്ട്രോയ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ലോക്കൽ ചേഞ്ചസിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യമാണ്. നമ്മൾ പറയുന്നത് ഇഫക്ട്സ് ഓഫ് മോഡേൺ അഗ്രികൾച്ചർ ഓൺ എൻവയോൺമെൻറ്റ്. മോഡേൺ അഗ്രികൾച്ചർ എൻവയോൺമെൻറ്റിൽ ഉണ്ടാക്കുന്ന ഇഫക്ട്സ് എന്തൊക്കെയാണെന്നാണ്. ഇഫക്ട്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഓൺ എൻവയോൺമെൻറ്റ്, അതായത് നമുക്കറിയാം മോഡേൺ അഗ്രികൾച്ചർ ഫെർട്ടിലൈസേഴ്സ് വളരെ അധികമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ വളരെ വേഴ്സ് ആയിട്ടുള്ള ഇഫക്ട്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇഫക്ട്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഓൺ എൻവയോൺമെൻറ്റ് മോഡേൺ അഗ്രികൾച്ചറിൻ്റെ ഒരു ഇഫക്റ്റാണ് എൻവയോൺമെൻറ്റിൽ. അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ്,
എൻവയോൺമെൻറ്റിൻ്റെ അതായത് ഫെർട്ടിലൈസേഴ്സിൻ്റെ സെയിം കാര്യം തന്നെയാണ് പെസ്റ്റിസൈഡ്സിലും പറയുന്നത്. ഓവർ യൂസേജ് ഓഫ് പെസ്റ്റിസൈഡ്സും എൻവയോൺമെൻറ്റിൽ വേഴ്സ് ആയിട്ടുള്ള ഇഫക്ട്സ് ഉണ്ടാക്കും. അതേപോലെ തന്നെ ട്രാക്ടർ, അതായത് പണ്ട് ഹ്യൂമൻ ബീങ്സ് ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ പലതും ഇപ്പോൾ ട്രാക്ടർ ചെയ്യുന്നുണ്ട് ഫാമിങ്ങിനൊക്കെ ആയിട്ട്. അപ്പോൾ അതും നമ്മുടെ സോയിലിനെ ഡിസ്ട്രക്റ്റ് ചെയ്യും, അത് നമ്മുടെ എൻവയോൺമെൻറ്റിന് ഒരു ഡിസ്ട്രക്ഷന് കാരണമാവുന്നത്. ട്യൂബ് വെൽസ് ബിൽഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ ഗ്രൗണ്ട് വാട്ടർ സോഴ്സസിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അതും നമ്മുടെ എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. മോഡേൺ അഗ്രികൾച്ചർ വഴിയാണ് ആ ഒരു ഇഫക്റ്റ് വരുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് വാട്ടർ ലോഗിങ് ആണ്. വാട്ടർ ലോഗിങ് മീൻസ് അക്യുമുലേഷൻ ഓഫ് വാട്ടർ. അതായത് ഇപ്പോൾ നമുക്ക് അറിയാം വാട്ടർ എസെൻഷ്യലാണ്, പക്ഷേ എന്നാൽ പോലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് വേണ്ടുന്ന ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വാട്ടറിനെക്കാട്ടിയും കൂടുതലായിട്ട് വാട്ടർ വരികയാണെങ്കിൽ, അക്യുമുലേഷൻ ഓഫ് വാട്ടർ വരികയാണെങ്കിൽ അതിനെയാണ് വാട്ടർ ലോഗിങ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് സലൈനിറ്റിയാണ്. സലൈനിറ്റി റെഫേഴ്സ് ടു ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് സോൾബിൾ സാൾട്ട്സ് ഇൻ ദ സോയിൽ. അപ്പം സോൾട്ട്, ഇപ്പം ഓഷൻ അല്ലെങ്കിൽ സീ വാട്ടർ വളരെ സോൾട്ടിയാണെന്ന് നമുക്കറിയാം. അത് നമുക്ക് ഒരിക്കലും ഹ്യൂമൻ നീഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ സോയിലിലും സോലുബിൾ സോൾട്ടിൻ്റെ അളവ് അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷനെയാണ് നമ്മൾ സലൈനിറ്റി എന്ന് പറയുന്നത്. അപ്പം അത് അങ്ങനെ ഒരു സലൈനിറ്റി നമ്മുടെ സോയിൽ ഡിസ്ട്രക്ഷൻ ഒരു കാരണമാകും. കാരണം സോലുബിൾ സോൾട്ടിൻ്റെയൊക്കെ അളവ് സോയിലിൽ കൂടുകയാണെങ്കിൽ അതുവഴി നമ്മുടെ ഇപ്പം കൾട്ടിവേഷനെയൊക്കെ അത് വളരെ അഡ്വേഴ്സായിട്ട് ബാധിക്കാം, നമ്മുടെ വെജിറ്റേഷനെ ബാധിക്കാം. സോ അത് നമ്മുടെ സോയിൽ ഡിസ്ട്രക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ സലൈനിറ്റി എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് എനർജി റിസോഴ്സസ് ആണ്. എനർജി റിസോഴ്സസ് മെയിനായിട്ട് 2 ടൈപ്പാണ്. പ്രൈമറി എനർജി റിസോഴ്സസും ഉണ്ട്, സെക്കൻഡറി എനർജി റിസോഴ്സസും ഉണ്ട്. പ്രൈമറി എനർജി റിസോഴ്സസ് ആർ ദോസ് വിച്ച് ആർ മൈൻഡ് ഓർ ഡയറക്ട്ലി ഒബ്റ്റെയിൻഡ് ഫ്രം ദി എൻവയോൺമെൻറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ മൈൻ ചെയ്യുന്ന ആ ഒരു റിസോഴ്സസിനെയാണ് നമ്മൾ പ്രൈമറി റിസോഴ്സസ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഫോസിൽ ഫ്യൂവൽസ്, ന്യൂക്ലിയർ ഫ്യൂവൽസ്, അതുപോലെ സോളാർ എനർജി, വിൻഡ് എനർജി, ഓഷൻ എനർജി, ഇതെല്ലാം നമ്മുടെ പ്രൈമറി എനർജി റിസോഴ്സാണ്. പിന്നെ ഉള്ളത് സെക്കൻഡറി എനർജി റിസോഴ്സാണ്. സെക്കൻഡറി എനർജി റിസോഴ്സ് എന്ന് വെച്ചാൽ അത് ഓൾറെഡി നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എനർജി അല്ല. ഇൻസ്റ്റെഡ് അത് നമ്മൾ ഈ പ്രൈമറി എനർജിയിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന എനർജിയാണ് നമ്മൾ സെക്കൻഡറി എനർജി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം ക്രൂഡ് ഓയിലിൽ നിന്നും പെട്രോളും ഡീസലും കെറോസിനും ഒക്കെ ഡിറൈവ് ചെയ്യുന്നു. അതേപോലെ തന്നെ നാച്ചുറൽ ഗ്യാസിൽ നിന്ന് നമ്മൾ ഈ LPGയും അതേപോലെ CNGയും എല്ലാം ഡിറൈവ് ചെയ്തെടുക്കുന്നു. അതേപോലെ ഇലക്ട്രിക്കൽ എനർജി, അതായത് നമ്മൾ ഈ ബേസ്ഡ് ഓൺ കോൾ, ഡീസൽ ആൻഡ് ഗ്യാസ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സെക്കൻഡറിയാണ്. അപ്പോൾ ഈ സെക്കൻഡറി എനർജി, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റൊരു പ്രൈമറി എനർജിയിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. സോ സെക്കൻഡറി എനർജി എന്ന് പറയുന്നത് പ്രൈമറി എനർജിയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന എനർജിയാണ് നമ്മൾ സെക്കൻഡറി എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു എനർജി സോഴ്സിൻ്റെ ഒരു ചാർട്ടുണ്ട്. അപ്പോൾ എനർജി സോഴ്സ് മെയിനായിട്ട് 2 ടൈപ്പ് ഉണ്ട്, റിന്യൂവബിളും ഉണ്ട്, നോൺ റിന്യൂവബിളും ഉണ്ട്. റിന്യൂവബിളിലാണ് ഹൈഡ്രോ, സോളാർ, വിൻഡ്, ഓഷൻ, ജിയോ തെർമൽ, ബയോമാസ്, ഹൈഡ്രജൻ ഒക്കെ വരുന്നത്. നോൺ റിന്യൂവബിളിലാണ് ഫോസിൽ ഫ്യൂവൽസ്, ന്യൂക്ലിയർ ഒക്കെ വരുന്നത്. അപ്പോൾ ഫോസിൽ ഫ്യൂവൽസിന് തന്നെ പിന്നെ ഫർദർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കോൾ, കോക്ക്, പെട്രോളിയം, ഈതെയിൻ, നാച്ചുറൽ ഗ്യാസ്. ന്യൂക്ലിയർ ഫ്യൂവൽസിനെയാണെങ്കിൽ നമുക്ക് യുറേനിയം, തോറിയം, അങ്ങനെ യുറാനിയം, തോറിയം എന്നൊക്കെ ഉള്ള രീതിയിൽ പിന്നെയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കോളിനെ ആണെങ്കിൽ ഫോസിൽ ഫ്യൂവൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള കോളിനെ ആണെങ്കിൽ നമുക്ക് പിന്നെയും ലിഗ്നൈറ്റ്, ബിറ്റുമിനിയസ്, പീറ്റ്, ആന്ത്രാസൈറ്റ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പെട്രോളിയത്തിനെ ആണെങ്കിൽ കെറോസിൻ, പെട്രോൾ, ഡീസൽ എന്നുള്ള രീതിയിൽ പറ്റും. നാച്ചുറൽ ഗ്യാസിനെ ആണെങ്കിൽ CNG, LPG എന്നുള്ള രീതിയിലെല്ലാം ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എനർജി റിസോഴ്സിൻ്റെ ഇപ്പോൾ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എന്നുള്ള രീതിയിലുള്ളൊരു ക്ലാസിഫിക്കേഷൻ ചാർട്ടാണിത്. പിന്നെ നമ്മൾ നോക്കുന്നത് ലാൻഡ് റിസോഴ്സസിനെ കുറിച്ചാണ്. ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എന്തൊരു കാര്യം ഇപ്പം ഏതൊരു ഹ്യൂമൻ നീഡ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ ഷെൽട്ടർ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്തൊരു നമ്മുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് ഒരു സ്പേസ് വേണം, ഏരിയ വേണം. ആ ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ലാൻഡ് റിസോഴ്സാണ്. അതും നമ്മുടെ ലിറ്റോസ്ഫിയറിലെ ഒരു മേജർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് തന്നെയാണ്.
അതിനകത്ത് മെയിനായിട്ട് വരുന്നത് സോയിലും ലാൻഡ് ഡീഗ്രഡേഷനും. അപ്പം സോയിൽ എന്താണെന്ന് നമുക്കറിയാം. ലാൻഡിൻ്റെ സർഫേസ് ലെയറിനെയാണ് നമ്മൾ സോയിൽ എന്ന് പറയുന്നത്. അതാണ് നമുക്കിപ്പോൾ പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് സപ്പോർട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ സപ്പോർട്ട് എല്ലാം തരുന്നത് സോയിലാണ്. ഇപ്പം മൈക്രോബ്സ്, അതായത് ഫംഗി, ബാക്ടീരിയ പോലുള്ള എല്ലാ മൈക്രോബ്സിൻ്റെയും ലിവിങ് സ്പേസും ആ ഒരു ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്ററിൻ്റെ ഡീകമ്പോസിഷനെ ഹെൽപ്പ് ചെയ്യുന്നതും എല്ലാം സോയിൽ തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് ലാൻഡ് ഡീഗ്രഡേഷനെ കുറിച്ചിട്ടാണ്. ലാൻഡ് ഡീഗ്രഡേഷൻ റെഫേഴ്സ് ടു ദ ഡിറ്റീരിയറൈസേഷൻ ഓർ ലോസ് ഓഫ് ഫെർട്ടിലിറ്റി ഓർ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദി സോയിൽ. അതായത് റിപ്പീറ്റഡ് യൂസേജ് കാരണം അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കൺസർവേഷൻ ഇല്ലാത്തത് കൊണ്ട് സോയിലിൻ്റെ ആ ഒരു റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫെർട്ടിലിറ്റി ലോസ് അല്ലെങ്കിൽ ഡിറ്റീരിയറേഷനെയൊക്കെയാണ് നമ്മൾ അതായത് സോയിലിൻ്റെ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനെയാണ് നമ്മൾ ലാൻഡ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. ലാൻഡ് ഡീഗ്രഡേഷനിൽ എന്തൊക്കെ, അല്ലെങ്കിൽ ലാൻഡ് ഡീഗ്രഡേഷനിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ലാൻഡ് ഡീഗ്രഡേഷനാണ് നമ്മളീ പറയുന്നത്. സോയിൽ ഇറോഷൻ എന്താണെന്ന് നമുക്കറിയാം. ഡെസേർട്ടിഫിക്കേഷൻ, അതായത് കൾട്ടിവേറ്റഡ് ലാൻഡ് അല്ലെങ്കിൽ ഫെർട്ടിലൈസ്ഡ് ലാൻഡിനെ ഡെസേർട്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ സലൈനേഷൻ, അതായത് ഇപ്പം സോയിലിലെ സോൾബിൾ സോൾട്ടിൻ്റെ അളവ് കൂടുക, അതും ലാൻഡ് ഡീഗ്രഡേഷനിലേക്ക് പോകും. വാട്ടർ ലോഗിങ്, അക്യുമുലേഷൻ ഓഫ് വാട്ടറും ലാൻഡ് ഡീഗ്രഡേഷൻ്റെ ഒരു കാരണമാണ്. ലാൻഡ് സ്ലൈഡ്സ്, അതായത് ഈ എന്തെങ്കിലും ഫ്ലഡ്സോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ലാൻഡ് സ്ലൈഡ്സും ലാൻഡ് ഡീഗ്രഡേഷനിലേക്ക് നയിക്കും. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, അതായത് കണ്ടിന്യൂസ് ആയിട്ടൊരു പർട്ടിക്കുലർ കൾട്ടിവേഷൻ തന്നെ നടത്താതെ ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനിടയ്ക്ക് ഇങ്ങനെ കൾട്ടിവേഷൻസ് ഷിഫ്റ്റ് ചെയ്ത് നടത്തുന്നതും ലാൻഡ് ഡീഗ്രഡേഷൻ്റെ ഒരു കാരണമാണ്. അർബനൈസേഷൻ, അർബനൈസേഷൻ, അതായത് ഇപ്പം ട്രീസൊക്കെ കട്ട് ഡൗൺ ചെയ്ത് അവിടെയെല്ലാം ബിൽഡിങ്സും ഹൗസസും ഒക്കെ ബിൽഡ് ചെയ്ത് അർബനൈസേഷൻ കൊണ്ടുവരുന്നത് വഴിയും ലാൻഡ് ഡീഗ്രഡേഷൻ ഉണ്ടാകുന്നത്. പിന്നെ സോയിൽ പൊല്യൂഷൻ, വേസ്റ്റ് മെറ്റീരിയൽസും ഗാർബേജസും എല്ലാം സോയിലിൽ ഡംപ് ചെയ്യുക, ഓവറായിട്ട് പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ യൂസ് ചെയ്ത് സോയിലിനെ പൊല്യൂട്ട് ചെയ്യുന്നതും ലാൻഡ് ഡീഗ്രഡേഷനിലേക്ക് നയിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് ആണ്. അതായത് സോയിൽ കൺസർവേഷൻ ഉണ്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ഉണ്ട്, വൈൽഡ് ലൈഫ് കൺസിഡറേഷൻ ഉണ്ട്, മിനറൽ കൺസിഡറേഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പം നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം കൺസർവ് ചെയ്താൽ മാത്രമേ സോയിലിനെ നമ്മൾ കൺസർവ് ചെയ്യാൻ, അതായത് നമ്മൾ സോയിലിനെ പൊല്യൂട്ട് ചെയ്യാതെ ഓവറായിട്ട് ഫെർട്ടിലൈസേഷനോ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സോ പെസ്റ്റിസൈഡ്സോ ഒന്നും യൂസ് ചെയ്യാതെ ഡീഫോറസ്റ്റേഷനെ പ്രൊമോട്ട് ചെയ്യാതെ കൂടുതൽ പറ്റുന്നത്ര അഫോറസ്റ്റേഷൻ നടത്തുക, ഇതുവഴിയൊക്കെ സോയിൽ കൺസർവേഷൻ നടത്തുക. അതേപോലെ തന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ, അതായത് ഡീഫോറസ്റ്റേഷനൊക്കെ നിർത്തുക, ഫോറസ്റ്റിൻ്റെ എല്ലാ ബയോഡൈവേഴ്സിറ്റിയും അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഷീസിനെ എല്ലാം കൺസർവ് ചെയ്യുക. ഓവറായിട്ടുള്ള ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ, അതായത് ഫിനാൻഷ്യൽ ഗെയിനോ ഒന്നും വേണ്ടിയിട്ട് ഓവറായിട്ട് ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ ഫോറസ്റ്റിനെ കൺസർവ് ചെയ്യുക. അതേപോലെ തന്നെ വൈൽഡ് ആനിമൽസിനെയും പ്ലാന്റ്സിനെയും എല്ലാം കൺസർവ് ചെയ്യുക. നമ്മുടേതായിട്ട് ഹ്യൂമൻ ബീങ്സിൻ്റേതായിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ അതിനെയും കൺസർവ് ചെയ്യുക. മിനറൽ കൺസർവ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ലാതെ അനാവശ്യമായിട്ട് ഓവറായിട്ടുള്ള ഫിനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ട് മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മൈൻ ചെയ്യാതെയൊക്കെ ഇരിക്കുക. അങ്ങനെ മിനറൽ കൺസർവേഷൻ നടത്തുക. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. നമ്മുടെ തേർഡ് പോർഷനായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു മൊഡ്യൂൾ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ഒരുവിധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുണ്ട്. ഒരു സമ്മറി പോലെയാണ് എടുത്തിരിക്കുന്നത്. എക്സാം ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണിത്. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്താലും എല്ലാം മറ്റുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള മൊഡ്യൂൾസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്നാൽ പോലും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഈ ഒരു സെക്കൻഡ് മൊഡ്യൂൾ. അത് ചിലപ്പം ഇതിനെ ഒരു 3 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആയതുകൊണ്ടായിരിക്കും 3 പോർഷൻസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ് തന്നെ. ഇപ്പോൾ ഇക്കോളജി ആൻഡ് ഇക്കോസിസ്റ്റത്തിൻ്റെ ആണെങ്കിലും ഇക്കോളജിക്കൽ പിരമിഡ്സ് ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ട്. അതേപോലെ ബയോഡൈവേഴ്സിറ്റിയിൽ നാച്ചുറൽ പാർക്സ്, സാങ്ച്വറീസ്, അതുപോലുള്ള നാഷണൽ പാർക്സ് അതെല്ലാം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസിലും എല്ലാ ടൈപ്പ് ഓഫ് നാച്ചുറൽ റിസോഴ്സസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൻ്റെ മാത്രമല്ല, ഈ ഒരു സബ്ജക്റ്റിൻ്റെ മൊത്തത്തിലാണെങ്കിലും ജനറലൈസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ളൊരു പേപ്പറാണിത്.
അതായത് പുറത്ത് ഇപ്പം നമ്മൾ സാങ്ച്വറീസിനെ, നാച്ചുറൽ പാർക്സിനെ കുറിച്ചും പറഞ്ഞു, ഹോട്ട്സ്പോട്ട്സിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ അതൊക്കെ ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് നെയിം എനി 2 നാഷണൽ പാർക്സ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ നെയിം എനി വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇൻ ഇന്ത്യ, അങ്ങനെയൊക്കെ. അപ്പോൾ ജനറലൈസ് ചെയ്ത്, അല്ലെങ്കിൽ ആസ് ആൻ ഇൻഡിവിജ്വൽ വാട്ട് ക്യാൻ യു ഡു ഫോർ കൺസർവിങ് അവർ നേച്ചർ, അല്ലെങ്കിൽ കൺസർവിങ് അവർ എൻവയോൺമെൻറ്റ് എന്നൊക്കെ ഉള്ള നമ്മൾ പഠിച്ചതിൽ നിന്നൊക്കെ ജനറലായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു പക്ഷേ കൂടുതലായിട്ട് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം സിലബസിലുള്ളത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുള്ളത് മാത്രമല്ല, ചിലപ്പോൾ റിലേറ്റഡ് ടേംസും, ഇപ്പം സെക്ഷൻ എ 1 മാർക്ക് സെക്ഷനിലൊക്കെ തന്നെ റിലേറ്റഡ് ടേംസും ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളൊരു പേപ്പറാണിത്. കാരണം എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്നായതുകൊണ്ട് തന്നെ നമുക്ക് എന്തും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിനെ കുറിച്ച്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ കൺസർവേഷനെയും പ്രിസർവേഷനെ കുറിച്ചൊക്കെ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ തന്നെ എന്തും ചോദിക്കാൻ ചാൻസ് ഉള്ള, വളരെ വൈഡായിട്ട് ചോദിക്കാം, എന്നാൽ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഒരു ജനറൽ നോളേജ് വെച്ച് ആൻസർ ചെയ്താൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണിത്. അപ്പോൾ ഈ മൊഡ്യൂള് അത്യാവശ്യം നന്നായിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.